നടപടികൾ സമാപിക്കുന്നതിനായി സാധി നിർമ്മിച്ചിരിക്കുകയാണ്. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനിയ സുഹൃത്തുക്കൾ, നമ്മുടെ ഗതാഗതത്തിനെ കുറിച്ച് എൻ്റെ വാക്ക് പറയാനും വിചാരിക്കുകയാണ്. നമ്മുടെ ഗതാഗത ഷാജിമുമായി എനിക്ക് ഒരു 3.5 പതിറ്റാണ്ട് കാലത്തിലേറെയായ പരിചയമുണ്ടായിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ പ്രഥമ പുസ്തകം പ്രകാശനം ചെയ്തത് കഥയുടെ കാലം എന്നൊരു പുസ്തകം അദ്ദേഹം പ്രകാശനം ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു കഥ എഴുതുന്ന ഒരു അസുഖമുള്ളയാളാണ് എന്നെനിക്ക് തോന്നിയത്. തീർച്ചയായിട്ടും ഈ അയ്മന പ്രദേശം എനിക്ക് തോന്നുന്നത് കലാസാഹിത്യ രംഗത്ത് വിളകുന്ന നിരവധി ആളുകളുള്ള ഒരു പ്രദേശമാണ്. ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവൽ എഴുതിയ അരുന്ധതി റോയ്, നമ്മുടെ സംഗീത രംഗത്തുള്ള അയ്മനം പ്രദീപ്, അതുപോലെ തന്നെ ഓളശയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് നമ്മുടെ നാടകാചാര്യനായ ശ്രീ എസ് ശരീരനായ എൻ പിയുടെ പ്രദേശമാണ്, നാടാണ്. അദ്ദേഹത്തിൻ്റെ മകൻ വിജയരാഘവന്റെ നാടാണ് ഓശ. അതുപോലെ തന്നെ നമ്മളേവരും അറിയുന്ന ഗിന്നസ് പക്രു എന്നറിയപ്പെടുന്ന അജയ്കുമാറിന്റെ നാട് കൂടിയാണ്. അതുപോലെ തന്നെ പിന്നിൽ അർപ്പിതമായ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത്
പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഹരികുമാറാണ്. ബിന്ദു ഹരികുമാറിനെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇതിൽ തന്നെ നമ്മുടെ ഇന്നത്തെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് ശ്രീ സുരേഷ് പരമേശ്വരൻ അവരെയാണ്. കോട്ടയം NDP യൂണിയന്റെ കൺവീനർ കൂടിയാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തിൽ അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങൾ ഇന്നത്തെ നമ്മുടെ ഷാജിമോന്റെ രണ്ടാമത്തെ പുസ്തകമായ 32 രത്നങ്ങൾ എന്ന കഥയുടെ പുസ്തകപ്രകാശനം നിർവഹിക്കുന്ന ശ്രീ MB സന്തോഷ് കുമാറാണ്. കോട്ടയം മുനിസിപ്പൽ ചെയർമാനായ ശ്രീ MB സന്തോഷ് കുമാർ അവരുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകം ഏറ്റുവാങ്ങുന്നത് ശ്രീ മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്റർ ശ്രീ സുരേഷ് തോമസ് അവരുകളാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തുന്നത് 3 പേരാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ നിർവാഹക സമിതി അംഗം ശ്രീ കൈനഗിരി ഷാജി അവരുകൾ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ തന്നെ മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ B ശശികുമാർ അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. കോട്ടയം NDP യൂണിയൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ജോയിന്റ് കൺവീനർ കൂടിയാണ്. അദ്ദേഹം പിന്നീട് പ്രതീക്ഷയിൽ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. യോഗത്തിൽ മുഖ്യപ്രഭാഷണം ചെയ്യുന്ന മറ്റൊരാൾ ശ്രീ ജയ്മൻ കരിവിടാണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പുസ്തകം പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ പോൾ മണലിൽ അവരെയാണ്. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല. എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി അരുൺ ശിവപ്രസാദാണ്. ശ്രീമതി അരുൺ ശിവപ്രസാദിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുക. അതുപോലെ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ മറ്റൊരു മെമ്പർ കൂടിയായ ശ്രീമതി സുനിത അഭിഷേകിനെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. നമ്മുടെ ഈ യോഗത്തിൽ എത്തിച്ചേരാമെന്ന് അറിയിച്ചിരുന്ന കേരളയുടെ പ്രത്യേക ലേഖകൻ ശ്രീ ജയകുമാർ സാറ് എത്തിയിട്ടില്ല. എങ്കിൽ പോലും അദ്ദേഹം എത്തിച്ചേരുമെന്ന വിശ്വാസത്തിൽ ഈ യോഗത്തിലേക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ഐമനം വില്ലേജ് സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ OR കുമാറാണ്. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രധാനപ്പെട്ട മറ്റൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് ശിവൂരി മഠത്തിന്റെ PRO ശ്രീ EM സ്വാമിനാഥൻ അവരുകളാണ്. അദ്ദേഹം ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. പരസ്പരം ചീഫ് എഡിറ്റർ ശ്രീ ഔസേബ് ചിറ്റക്കാട് ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുന്നു. ഐമനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി മനോജിനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ സാഹിത്യ പ്രതിഭ ശ്രീ ശ്രീകാന്ത് ഐമൻ അദ്ദേഹത്തെ യോഗത്തിലേക്ക് വളരെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അലക്കാട് 782 മെമ്പർ SNDP സഹായത്തിന്റെ സെക്രട്ടറി ശ്രീ മഹേഷ് PK ആണ്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് പ്രത്യേകമായി സ്വാഗതം ചെയ്യുകയാണ്. സഹോദര സേവാ സമിതി പ്രസിഡന്റ് ശ്രീ സതീഷ് കുമാർ മുളയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. മാനേജിംഗ് ഡയറക്ടർ ആസ്പെയർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡി തൃത്താല അദ്ദേഹത്തെ ശ്രീ മോദൻകുട്ടി അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള വിശ്വാസത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരാൾ i4U ഡിജിറ്റൽ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീജിത് കുമാർ VS ആണ്. അദ്ദേഹം ഈ യോഗത്തിൽ എത്തിച്ചേരും എന്നുള്ള വിശ്വാസത്തിൽ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മറ്റൊരാൾ ഐമനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ AK ആലിച്ചനാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ KK ഷാജിമോൻ അവരുകൾ
അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാൻ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഈ ഇന്ന് പ്രകാശനം ചെയ്യുന്ന 32 രത്നങ്ങൾ എന്ന് പറയുന്ന കഥാസമാഹാരത്തിൽ ഷാജുമാൻ സന്ദർഭവശാലോട് പറയുകയുണ്ടായി, ഈ 32 കഥയ്ക്കകത്ത് കഥയിലൊരു കഥ പ്രസാദിന്റെ സ്വഭാവ വിശേഷവുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. ഏത് കഥയാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹം അതുകൊണ്ട് സത്യത്തിൽ ഒരു കഥയില്ലാത്തവനായി നടന്ന എന്നെ പോലും ഒരു കഥയിൽ പിടിച്ച് ഒരുക്കാൻ ഷാജുമാൻ കാണിച്ച ഒരു കരവിരുത് ഞാൻ കൂടെ ഈ യോഗത്തിൽ അഭിനന്ദിക്കുകയാണ്. ഈ സന്ദർഭം ഞാൻ അഭിനന്ദിക്കാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമായ 32 രത്നങ്ങൾ എന്ന ആ പുസ്തകത്തിന് പ്രചാരം ലഭിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് യോഗത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം പി സന്തോഷ് കുമാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഏറ്റുവാങ്ങുന്നതിനായി ശ്രീ സുരേഷ് തോമസ് സാറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ശ്രീ ടി കെ ഷാജിമോന്റെ 32 രത്നങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം പ്രൗഢഗംഭീരമായി ഈ വേദിയിൽ സമാരാധ്യനായ കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം പി സന്തോഷ് കുമാർ അവർ, മലയാള മനോരമ സ്പോർട്സ് എഡിറ്റർ ശ്രീ സുരേഷ് തോമസ് അവർക്ക് നൽകിക്കൊണ്ട് പ്രകാശന കർമ്മം നിർവഹിക്കുകയാണ്. ഉളശ്ശി എന്ന ഗ്രാമത്തിന്റെ നഗര ഹൃദയ തുടിപ്പുകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് എന്നും നിങ്ങളുടെ ഹൃദയത്തിൽ ഓർമ്മ ഒതുക്കുന്നവരെ 32 സമാഹാരങ്ങൾ നൽകുന്ന സമാഹാരത്തിന്റെ പുസ്തക പ്രകാശന കർമ്മം ധന്യമായ ഈ വേദിയിൽ സമാരാധ്യനായ കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ എം പി സന്തോഷ് കുമാർ അവർ, മലയാള മനോരമ സ്പോർട്സ് എഡിറ്റർ സുരേഷ് തോമസ് അവർക്ക് നൽകിക്കൊണ്ട് ഈ വേദിയിൽ നിർവഹിക്കപ്പെടുന്ന സന്തോഷകരമായി വെച്ചുകൊണ്ടിരിക്കുന്നത്. ചടങ്ങിൻ്റെ അധ്യക്ഷ പഞ്ചായത്ത് മെമ്പർ, പ്രിയപ്പെട്ട സ്വാഗതം ആശംസിച്ച ശ്രീ ടി പ്രസാദ്, ബഹുമാനായ ഐമനം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ OR പ്രദീപ് കുമാർ, ശിവഗിരി മഠത്തിൻ്റെ PRO ബഹുമാനായ EM സോമനാഥൻ, ബഹുമാനായ ഐമന ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി മനോജ്, പ്രിയപ്പെട്ട സഹോദര സേവാ സമിതിയുടെ പ്രസിഡന്റ് ശ്രീ സതീഷ് കുമാർ മണലേൽ, നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഈ ഇന്ന് നമുക്ക് പുസ്തക പ്രകാശനം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കിയ ബഹുമാനായ, അതോടൊപ്പം നമ്മളൊക്കെ മനസ്സിൽ ആരാധിക്കുന്ന ശ്രീ ഷാജിമോൻ ഒളശ, മറ്റ് ബഹുമാന്യരെ, പ്രിയപ്പെട്ട അമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, ഇവിടെ 32 രത്നങ്ങൾ എന്നുള്ള പുസ്തകത്തിനാണ് പ്രകാശനം ചെയ്തത്. ഞാൻ അതിൻ്റെ ഉള്ളടക്കമൊന്നും വായിച്ചില്ല. പക്ഷേ പ്രസാദ് സൂചിപ്പിച്ചു അതിലൊരാൾ പ്രസാദാണ്. 32-ൽ 31 രത്നങ്ങൾ ആരാണെന്നാണ് അറിയേണ്ടത്. അപ്പോൾ ഇവിടെ ഷാജിമോൻ്റെ ഭാര്യയോട് ഇങ്ങോട്ട് കയറി വരാൻ പറഞ്ഞു. തീർച്ചയായും ഷാജിമോൻ്റെ ഭാര്യ ഒരു രത്നമായി അതിനകത്ത് നിൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കാരണം ഒരു കഥാകൃത്ത് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ കാലങ്ങളിലെ തൻ്റെ അനുഭവങ്ങൾ പങ്കിടാനുള്ള ഒരു വേദിയായി കഥാകൃത്ത് എപ്പോഴും ആ കഥയെ തിരഞ്ഞെടുക്കാറുണ്ട്. ഇവിടെ കഥാകൃത്ത് എന്നുള്ള നിലയിൽ മലയാള മനോരമയിൽ ജോലി ചെയ്ത് 40 വർഷത്തിലധികമായി ജോലി ചെയ്തപ്പോൾ അക്ഷരങ്ങളുമായി ഇടപെട്ടാണ് ജീവിച്ചത്. അക്ഷരങ്ങളുമായി ഇടപെട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി അത് തന്നെയായിരിക്കാം. അദ്ദേഹം കടന്നു പോകുമ്പോൾ ഇവിടെ നിന്ന് നമ്മൾ മലയാള മനോരമയിലേക്ക് പോകുമ്പോൾ, അല്ലെ കോടിമതയിലെ ആണ് ജോലി ചെയ്തെങ്കിൽ അവിടേക്ക് പോകുമ്പോൾ നിത്യേന കാണുന്ന ആളുകൾ അദ്ദേഹത്തിൻ്റെ ഇടയിലേക്ക് കടന്നു വരും. കാരണം ഞാൻ പറയാനുള്ള കാരണം എൻ്റെ അടുത്താണ് വേളൂർ കൃഷ്ണകുട്ടി താമസിക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട്. ഇടയാക്കിയിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഷാജിമോന്റെ കഴിവ്, അദ്ദേഹത്തിന് ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം രണ്ടാമത്തെ കഥയാണ് ഇവിടെ പുസ്തകമാണ് പ്രകാശനം ചെയ്യുന്നത്. അദ്ദേഹം ഉയരങ്ങളിലേക്ക് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ക്ഷേത്രത്തിന്റെ പരിസരത്ത് നിന്നാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം തുടക്കം.
അദ്ദേഹം നിത്യേന നമ്മളുടെ ഇതിന് സമീപത്തുള്ള വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ക്ഷേത്രത്തിലെ ഒന്ന് ആരാധിച്ചിട്ട് അല്ലെ അദ്ദേഹം മനസ്സിലൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ സമൂഹത്തിന് നന്മ നൽകാൻ പറ്റുന്ന മനസ്സിനുടമയായി അദ്ദേഹം മാറുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ പുസ്തക പ്രകാശനത്തിലൂടെ ഇടയായത്. അദ്ദേഹം ഇനിയും പുസ്തകങ്ങൾ എഴുതട്ടെ എന്ന് ആഗ്രഹിക്കുക. നമുക്കറിയാം, നമുക്ക് സമൂഹത്തിന് ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമ്മുടെ പ്രദേശത്തെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് പുസ്തകങ്ങളിലൂടെയാണ്. അല്ലെ ആ പുസ്തകം പ്രകാശനം ചെയ്ത ആള് നമുക്ക് ഇന്റർനെറ്റിൽ കൊടുത്താലാകാം, അല്ലെങ്കിൽ ഇതുപോലുള്ള പുസ്തകങ്ങൾ പരിശോധിക്കപ്പെടുമ്പോഴാണ്. ഇവിടെ നമ്മുടെ കൈനഗരി ഷാജി ഞാൻ വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. അദ്ദേഹം ഇതേപോലുള്ള പ്രവർത്തനം ചെയ്യുന്നയാളാണ്. അപ്പം അദ്ദേഹം അടക്കമുള്ളവരുടെ കഥകളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ആ അറിവ് നമുക്ക് വലിയ രീതിയിലേക്ക് പൊതുപ്രവർത്തനത്തിനടക്കം പ്രയോജനം ചെയ്ത് മുമ്പോട്ട് പോയിട്ടുണ്ട്. ആ തരത്തിലേക്കുള്ള മാറ്റം ഉണ്ടാകാൻ ഷാജിമോന്റെ കഥകൾക്ക് കഴിയട്ടെ. ഷാജിമോൻ ഇനിയും കഥകൾ എഴുതട്ടെ. അത് അയ്മനം ഗ്രാമപഞ്ചായത്തിനെ കുറിച്ചുണ്ടാകാം, ഉളശയെ കുറിച്ചുണ്ടാകാം. ഞാനിവിടെ പ്രസാദ് സൂചിപ്പിച്ചത്, നമുക്കറിയാം എത്രയോ വലിയ കലാകാരനായിരുന്നു NN പിള്ള. അദ്ദേഹത്തിന്റെ മകനായ വിജയരാഘവൻ ഇന്ന് ദേശീയ ലെവലിൽ അവാർഡിന് അർഹരായിരിക്കുക, ഏറ്റവും വലിയ പുരസ്കാരങ്ങൾ അടക്കം ലഭിച്ചിരിക്കുക. നാളുകളിൽ ഉളശയുടെ താഴെ ഈ പ്രദേശത്ത് ജീവിക്കുന്ന ഷാജിമോൻ നമുക്ക് സാഹിത്യ അക്കാദമിക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കാര്യങ്ങളിലേക്ക് ഒന്നും കടന്നു പോകുന്നില്ല. എനിക്ക് ഒട്ടനവധി പരിപാടികളുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പാണ് ഇവർ ഈ പരിപാടിക്ക് കൃത്യമായി വരണം. ഞാനും പറഞ്ഞു കൃത്യമായി വരാം. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാനത്തെ ഞായറാഴ്ചയാണ്. അതുകൊണ്ട് എനിക്ക് പല പരിപാടികളുള്ളതുകൊണ്ട് എന്നെ പോകാൻ അനുവദിക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഷാജിമോന്റെ 32 രത്നങ്ങൾ എന്ന കഥ നമ്മുടെ നാട്ടിലെ ആളുകൾ എല്ലാവരും വായിക്കട്ടെ. വായിക്കുമ്പോൾ നമുക്കറിയാം ഓരോരുത്തരും അത് ഇവിടെ ഇരിക്കുന്ന ഇന്ന് നമ്മളുടെ ഈശ്വര പ്രാർത്ഥന പാടിയ കുട്ടി അടക്കമുള്ളവർ അവർ ഈശ്വര പ്രാർത്ഥന പാടുമ്പോൾ അത് മുഴുവൻ മനസ്സിനെ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തെ അവതരിപ്പിക്കുക. അവതരിപ്പിക്കാൻ പറ്റുന്ന കഴിവുള്ളവർ ഈ പ്രദേശത്തുണ്ട്. അപ്പം അവര് ഷാജിമോന്റെ കഥകൾ വായിക്കണം. കഥകൾ വായിക്കുമ്പോൾ അവർക്കും നാളുകളിൽ അതേപോലെയുള്ള ചിന്ത ഉണ്ടാക്കാം. അവരും നമ്മുടെ സമൂഹത്തിന് മലയാളത്തിന് ഒട്ടനവധി സംഭാവന ചെയ്യാൻ പറ്റുന്നവരായി മാറാനുള്ള സാഹചര്യത്തിലേക്ക് ഷാജിമോൻ ഒരു പ്രചോദനമാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹം അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും. ഭാര്യ മാറിയിരുന്നെങ്കിൽ പോലും ഭാര്യയാണ് ഈ എഴുത്തിന്റെ പിന്നിലുള്ളത്. അത് അദ്ദേഹത്തിന് ആ എഴുതാൻ പറ്റുന്ന മാനസിക അവസ്ഥ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഭാര്യയാണ്. ഭാര്യയുടെ ആ നിർമ്മലമായ സ്നേഹവും സഹകരണവും സഹായവും അദ്ദേഹത്തിന് ഈ രത്നങ്ങൾ 32 രത്നങ്ങൾ നമ്മുടെ സമൂഹത്തിനെ അറിയിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകമായി അതിനെ അഭിനന്ദിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഈ പുസ്തക പ്രകാശന ചടങ്ങ് നിർവഹിച്ചതായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഈ പുസ്തകം ഏറ്റുവാങ്ങിയ മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്റർ സുരേഷ് തോമസ് സാറിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇതിലെ കാലൻ നളിനി എന്നു പേരുള്ള ഒരു കഥയുണ്ട്. നിങ്ങൾ എല്ലാവരും ആ കഥ വായിക്കണം. മറ്റു കഥകൾ ഇപ്പോൾ ആദ്യത്തെ കഥയുണ്ട്, 42ാമത്തെ ഒരാളെ കുറിച്ച് വാട്സാപ്പ് ഗ്രൂപ്പിലെ ഒരാളെ കുറിച്ച് പറയുന്നൊരു കഥയുണ്ട്. ആ കഥയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഇതിലെ കാലൻ നളിനി എന്ന് പറയുന്ന കഥ. ആ കഥ ഈ ഉളശയിലെയും ഈ അയ്മനത്തെയും ഈ ചുറ്റുപാടുകളിലെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു ചിത്രം. ഇപ്പം ഞാൻ വരുന്നത് പാലായിൽ നിന്ന്. എനിക്ക് പാലാക്കാരനായ എനിക്ക് ഇവിടുത്തെ ഈ നാടിനെ കുറിച്ചൊരു കേവല പരിചയം മാത്രമേ ഉള്ളൂ. ആ കേവല പരിചയമുള്ള എനിക്ക് ഇവിടുത്തെ ഈ നടന്നു പോകുമ്പോഴുള്ള കെട്ടുവള്ളങ്ങളെക്കുറിച്ചും താറാങ്കൂട്ടങ്ങളെക്കുറിച്ചും പണ്ട് തുഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്ന വള്ളം ഇപ്പോൾ മോട്ടോർ ബോട്ടായി മാറിയതിനെക്കുറിച്ചും ഒക്കെ മനസ്സിലാക്കി തരാൻ ആ കഥയ്ക്ക് സാധിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ഇതിവിടെ ഒന്നും അവസാനിക്കില്ല. എനിക്ക് ഷാജിമോൻ ചേട്ടനോട് പറയാനുള്ളത് ചെറുകഥകളിൽ നിന്നും മാറി അനുഭവങ്ങളിലേക്ക് വരികയും ഈ നാടിൻ്റെ ഈ ദേശത്തിൻ്റെ ഒരു ലഘുവായ ചരിത്രം എഴുതുകയും ചെയ്യണമെന്നാണ്. കാരണം നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെ കുറിച്ചും ഇവിടെ സ്വാഗത പ്രസംഗം നടത്തിയ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അദ്ദേഹവും ഇതിലൊരു കഥാപാത്രമാണ്. ബ്യൂറോ ചീഫ് എന്ന് പറഞ്ഞ ഇതിലൊരു കഥയുണ്ട്. അത് ഞാൻ ആദ്യം പേടിച്ചാണ് വായിക്കാൻ തുടങ്ങി. ഇനി ഞങ്ങൾ ആരെക്കുറിച്ചെങ്കിലും ആയിരിക്കുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു വരുന്ന ഇതാണ്, ഈ പ്രാദേശികമായ ഇത്തരം അനുഭവങ്ങൾ, ഇത്രയും കഥകൾ ഒരുപാടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക്, എഴുതാൻ കഥകൾ ഉള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഉളശയെയും ഇവിടുത്തെ നാട്ടുകാരെയും ഇവിടുത്തെ നാട്ടിലെ ജീവിതത്തെയും കഥകളാക്കി തീർക്കുവാൻ ഷാജിമോൻ ചേട്ടന് സാധിക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇവിടെ ഇരിക്കുന്ന ഈ പുതിയ തലമുറ ചെറുപ്പക്കാരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതൊരു പ്രചോദനമായി മാറിത്തീരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ നിർവാഹക സമിതി അംഗം ശ്രീ കൈനഗരി ഷാജി അവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്.
പ്രമുക്തി കർമ്മം നടക്കുന്ന ഈ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യയായ ഐമനം പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഹരികുമാർ, ഈ സമ്മേളനത്തിൽ വെച്ച് ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിച്ച കോട്ടയം മുനിസിപ്പൽ ചെയർമാൻ ശ്രീ MP സന്തോഷ് കുമാർ, ഈ വേദിയിലുള്ള ബഹുമാന്യരായ വ്യക്തികളെ, ഈ സമ്മേളനത്തിൽ സന്തോഷത്തോടുകൂടി സംബന്ധിക്കുന്ന സഹൃദയരായ സ്നേഹസമ്പന്നരായ അമ്മമാരെ, കുഞ്ഞുങ്ങളെ, ഗുരു തുല്യരായ വ്യക്തികളെ, ദീർഘമായ ഒരു പ്രസംഗം നടത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കഴിഞ്ഞ തവണ ഇതിവിടെ നിന്ന് അല്പം അകലെയുള്ള ഒരു ഹാളിൽ വെച്ച് ഷാജിമോൻ്റെ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടപ്പോൾ ആ ചടങ്ങിൽ ആ പുസ്തകത്തെ പരിചയപ്പെടുത്തിയത് ഞാനാണ്. എന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം ആയിരുന്ന കഥകളിലൂടെ അവലോകനം നടത്തുവാൻ അന്ന് ഞാൻ പ്രാപ്തനായിരുന്നു. കാരണം അതിന് അവതാരിക എഴുതിയത് ഞാനാണ്. അവതാരിക എഴുതുവാൻ വേണ്ടി ആ കഥകൾ എൻ്റെ കൈവശം ഒരു 3-4 മാസം ഉണ്ടായിരുന്നു. എൻ്റെ മറ്റു തിരക്കുകൾ മൂലം അത് എഴുതാൻ താമസിക്കുകയാണ്. അപ്പോൾ ആ കഥകൾ എനിക്ക് വളരെ സുപരിചിതമാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അനായാസമായിട്ട് ആ പുസ്തകത്തെ പരിചയപ്പെടുത്തുവാൻ കഴിയും. ഇന്നലെ വൈകിട്ടാണ് ഷാജിമോൻ പറഞ്ഞത്, എൻ്റെ ബഹുമാന്യ സുഹൃത്ത് ഡോക്ടർ പോൾ മണലിൽ ഇന്ന് അദ്ദേഹത്തിന് എന്തോ അസൗകര്യമുള്ളതുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വരില്ല, അതുകൊണ്ട് ഈ പുസ്തകത്തെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വേണം സംസാരിക്കാൻ എന്ന് പറഞ്ഞു. ഒരു പുസ്തകം 32 കഥകളുള്ള ഒരു പുസ്തകത്തെ കേവലം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പരിചയപ്പെടുത്തണമെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം. പണ്ട് അഗസ്ത്യമുനി സപ്തസാഗരങ്ങൾ കോരിക്കുടിച്ച് വറ്റിച്ചു എന്നുള്ള കഥ നമ്മൾ പുരാണങ്ങളിൽ വായിക്കുന്നു. അതുപോലെ ഈ കഥകളുടെ മുഴുവൻ സാരാംശം പെട്ടെന്ന് സംഗ്രഹിച്ചെടുത്ത് നിങ്ങളുടെ മുന്നിൽ പ്രതിപാദിക്കാനുള്ള അഗസ്ത്യ വൈഭവം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം എന്നാണ് വിചാരിക്കുന്നത്. ഷാജിമോൻ്റെ കഥാകഥന താല്പര്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവിടെ സന്തോഷ് കുമാർ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ നിന്ന് കിട്ടിയ സമ്പൂർണമായ സപ്പോർട്ടും പ്രോത്സാഹനവും തീർച്ചയായും സർഗാത്മക പ്രവൃത്തികളിൽ മുഴുകാൻ അദ്ദേഹത്തിന് പ്രചോദനമായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഇംഗ്ലീഷിലൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഏതൊരു പുരുഷൻ്റെയും വിജയം കൈവരിച്ച ഏതൊരു പുരുഷൻ്റെയും പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട്. വിജയം കൈവരിച്ച പുരുഷൻ്റെ പിന്നിൽ ഒരു സ്ത്രീ ഉണ്ട് എന്നല്ലാതെ ആ സ്ത്രീ ഭാര്യയാണ് എന്ന് ആ മഹാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഷാജിമോൻ്റെ വിജയത്തിന് പിന്നിൽ ഉള്ള സ്ത്രീ ഭാര്യയാണ് എന്ന് എനിക്ക് കൃത്യമായി പറയുവാൻ അദ്ദേഹത്തിൻ്റെ സ്വഭാവ നൈർമല്യം അറിയാവുന്നതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. മറ്റൊരു സ്ത്രീയുമല്ല, അത് ആ നല്ല ഭാര്യ തന്നെയാണ്. ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ മനസ്സിൽ ആയിരക്കണക്കിന് കഥകളുണ്ട്. നമ്മളത് ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചിലരൊക്കെ അത് എഴുതാറുണ്ട്. പക്ഷേ അത് എഴുതി ഫലിപ്പിക്കുവാൻ അതിനൊരു ക്രാഫ്റ്റ് ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഓടിക്കെന്ന് വെച്ചാൽ അവരിവിടെ വരുന്നത് ഒരു 10-100 കഥകൾ പറയാനുള്ള വ്യഗ്രതയോടുകൂടിയാണ്. അമ്മയോടും ചേച്ചിയോടും അവരവരുടേതായ ഭാഷയിൽ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ജീവിതം മുഴുവൻ കഥകളാണ്. നമ്മൾ ഓരോ നിമിഷവും കണ്ടെത്തുന്നത് കഥാപാത്രങ്ങളെയാണ്. നമ്മളെല്ലാം ഒരു വലിയ ജീവിത മഹാനാടകത്തിലെ കഥാപാത്രങ്ങളാണ്. അനുനിമിഷം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ നാടകത്തിൻ്റെ ചെറിയ ഭാഗങ്ങൾ അഭിനയിച്ചു പോകുന്നവരാണ് നമ്മളൊക്കെ. അങ്ങനെ നോക്കുമ്പോൾ ഒരു കഥ എഴുതാൻ, കവിത എഴുതാൻ, നാടകം എഴുതാൻ ഒക്കെ കഴിവുള്ളവർക്ക് ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ പ്രമേയമായി കിട്ടുന്നത് അനേകം കാര്യങ്ങളാണ്. വൈലോപ്പള്ളി ഒരിക്കൽ പറഞ്ഞതുപോലെ, ജീവിതത്തിൻ്റെ കടലാണ് എൻ്റെ മഷിപ്പാത്രം എന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ജീവിതം എന്ന കടലിനെ മഷിപ്പാത്രമാക്കിക്കൊണ്ടാണ് ഞാൻ കവിതകൾ കുറിക്കുന്നത് എന്ന് പറയൂ എന്ന് പറഞ്ഞതുപോലെ, ഒരു കഥാകൃത്തിന്
എഴുതാൻ താല്പര്യമുണ്ടെങ്കിൽ, തുറന്ന കണ്ണുകളും തുറന്ന മനസ്സുമുണ്ടെങ്കിൽ പ്രമേയത്തിന് യാതൊരു ദാരിദ്ര്യവും ഉണ്ടാവില്ല. എല്ലാം കഥകളാണ്. ഒരുപാട് കഥകൾ നമ്മുടെ മനസ്സിലിങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ആ കഥകളുടെ മുകളിലേക്ക് പിന്നെയും പിന്നെയും കഥകൾ വന്നടിയുകയാണ്. അങ്ങനെ കഥകൾ കൊണ്ട് സമ്പന്നമായ ഒരു ലോകത്ത് ജീവിക്കുമ്പോൾ ഏത് കഥ എഴുതണം, എങ്ങനെ എഴുതണം, ഏത് വിധത്തിൽ അത് സമാപിപ്പിക്കണം എന്നൊക്കെയുള്ള ചിന്തയാണ് ഒരു കഥാകാരനെ അലട്ടുന്നത്. ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട സുനീഷ് തോമസും അവതാരികയിൽ ഡോക്ടർ പോൾ മണലിലും സൂചിപ്പിച്ച ഒരു കഥയുണ്ട്. ആ കഥ ഇപ്പോൾ നമ്മൾക്കറിയാം, സമൂഹ മാധ്യമത്തിൻ്റെ കാലമാണ്. ഈ സമൂഹ മാധ്യമത്തിൻ്റെ കാലത്ത് നമ്മൾ പരസ്പരം സംവദിക്കുന്നത് ഈ മൊബൈൽ ഫോണിലൂടെയും കമ്പ്യൂട്ടറിലൂടെയൊക്കെയാണ്. അപ്പോൾ ആ ഒരു സമൂഹ മാധ്യമ കൂട്ടായ്മയിൽ, ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ 42 പേരുണ്ടായിരുന്നു. ഈ 42 പേരിൽ 41 പേരും വളരെ സജീവമായിരുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും അയക്കുകയും മെസ്സേജുകൾ അയക്കുകയും ആശംസകൾ നേരുകയും ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അത് മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന നല്ല മനുഷ്യരായിരുന്നു. അതിലൊരു വ്യക്തി മാത്രം ഒരിക്കൽ പോലും ഒന്നും പറഞ്ഞിട്ടില്ല, ആ സമൂഹ മാധ്യമ ഗ്രൂപ്പിൽ ഇടപെട്ടിട്ടില്ല. അവിടെ എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് മരിച്ചപ്പോൾ ഒരു അനുശോചനം സന്ദേശം അയക്കാൻ പോലും അദ്ദേഹത്തിന് മടിയായിരുന്നു. അദ്ദേഹം അത് ചെയ്തത്. പക്ഷേ കുറേ കാലങ്ങൾക്ക് ശേഷം ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരികയാണ്. നമ്മുടെ ഒരു സുഹൃത്ത് ഗുരുതരമായ രോഗം ബാധിച്ച് ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. അദ്ദേഹത്തിന് ഇന്ന ഗ്രൂപ്പിൽപ്പെട്ട രക്തം നൽകണം എന്ന് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും, ഈ 42 പേരുള്ള ആ ഗ്രൂപ്പിലെ 41 പേരും ഓടി നടന്ന് രക്തം നൽകാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ആ ശ്രമം വിജയിക്കുകയും ആ രക്തം ശരീരത്തിൽ പ്രവേശിപ്പിച്ച് ആ വിലപ്പെട്ട ജീവൻ രക്ഷിക്കുകയും ചെയ്യും. ഇത് വളരെ ചെറിയൊരു കഥയായി നമുക്ക് തോന്നും. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള പല സംഗതികളും കാണും. പക്ഷേ എനിക്ക് തോന്നുന്നത് ആ കഥയിലൂടെ കഥാകാരൻ നൽകുന്ന ഒരു മെസ്സേജ് വലുതാണ്. കഥ ചെറുതാണ്, പക്ഷേ ആ മെസ്സേജ്, ആ സന്ദേശം വളരെ മഹത്തരമായൊരു സന്ദേശമാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കേണ്ട സന്ദർഭങ്ങളിൽ സഹായിക്കേണ്ടതുപോലെ സഹായിക്കണം. അതിനുശേഷം മറ്റൊരു സന്ദർഭത്തിൽ സഹായഹസ്തവുമായി ചെല്ലുന്നതുകൊണ്ട് യാതൊരു കാര്യവുമില്ല. ഈ കഥ വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ഡോക്ടർ ജോൺസന്റെ ജീവിതത്തെക്കുറിച്ചാണ്. മഹാപണ്ഡിതനായ ഡോക്ടർ ജോൺസൺ, അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു നിഘണ്ടു എഴുതുവാൻ ആരംഭിച്ചു. വളരെ ശ്രമകരമായ ഒരു ജോലി. ആ ജോലി ഏറ്റെടുത്ത് ആ നിഘണ്ടു എഴുതുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ ജോൺസൺ ഈ പുസ്തകം ഇങ്ങനെ എഴുതുന്ന കടലാസുകളുടെ എണ്ണം ഇങ്ങനെ കൂമ്പാരമായി വരുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സംഭീതി നിലനിന്നിരുന്നു. എങ്ങനെ ഈ പുസ്തകം ഞാൻ പ്രസിദ്ധീകരിക്കും? അപ്പോൾ അന്നത്തെ ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്, ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രഭുവിൻ്റെ കാരുണ്യ കടാക്ഷത്തോടുകൂടി അദ്ദേഹം നൽകുന്ന സാമ്പത്തിക സഹായത്തോടു കൂടിയാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കപ്പെടാറുള്ളത്. അപ്പോൾ ഡോക്ടർ ജോൺസൺ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ പറഞ്ഞു, ചെസ്റ്റർ ഫീൽഡ് എന്ന് പറയുന്ന പ്രഭുവിനെ കാണാൻ ചെന്നു. ആ കൂട്ടുകാരൻ പറഞ്ഞു, ഡോക്ടർ ജോൺസൺ ഇങ്ങനെ ഒരു വലിയ മഹത്തരമായ ഒരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു നിഘണ്ടു, അത് വളരെ വിലപ്പെട്ട ഒന്നായിരിക്കും, മലയാള ഭാഷ ഇംഗ്ലീഷ് ഭാഷ ഉള്ളിടത്തോളം കാലം ഓർക്കപ്പെടുന്ന ഒരു പുസ്തകമായിരിക്കും അതെന്നൊക്കെ പറഞ്ഞിട്ടും ചെസ്റ്റർ ഫീൽഡ് പ്രഭു അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം നൽകാൻ സന്നദ്ധനായില്ല. അദ്ദേഹം വളരെ വലിയ താല്പര്യം പ്രകടിപ്പിക്കാതെ ഒഴിഞ്ഞു. ആ സംഭവം ഡോക്ടർ ജോൺസണ് ഒരു വലിയ ആഘാതമായിരുന്നെങ്കിലും വളരെ വാശിയോടുകൂടി അദ്ദേഹം ആ നിഘണ്ടു പൂർത്തിയാക്കുകയും ആ നിഘണ്ടു പൂർത്തിയാക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ചെസ്റ്റർ ഫീൽഡ് പ്രഭു അദ്ദേഹത്തിന് ഒരു ദൂതനെ പറഞ്ഞു വിട്ടു, ആ നിഘണ്ടു എനിക്ക് സമർപ്പിക്കുന്നു എന്ന് അതിൽ എഴുതി ചേർക്കുകയാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാൻ ആവശ്യമായ മുഴുവൻ സഹായവും ഞാൻ നൽകാം. അത് കേട്ടപ്പോൾ രോഷാകുലനായ ഡോക്ടർ ജോൺസൺ തൻ്റെ ലെറ്റർ പാഡ് എടുത്തൊരു കത്തെഴുതി.
ആ കത്തിൽ അദ്ദേഹം പറഞ്ഞു, ഒരാൾ വെള്ളത്തിൽ വീണ് കൈകാലിട്ടടിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കരയ്ക്ക് നിന്ന് പൊട്ടിച്ചിരിക്കുകയും അവസാനം ഏതെങ്കിലും കച്ചിത്തുരുമ്പിൽ കടന്നു പിടിച്ച് കരയ്ക്കെത്തുമ്പോൾ കൈ തന്ന് സഹായിക്കാൻ വരികയും ചെയ്യുന്ന നിങ്ങളുടെ ഔദാര്യം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ ശൈലിയിൽ അദ്ദേഹം എഴുതിയ കത്ത് ഡോക്ടർ ജോൺസന്റെ ജീവചരിത്രകാരനായ ബോസ്വെൽ തൻ്റെ പുസ്തകത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. വളരെ രൂക്ഷമായ വാചകങ്ങൾ. പക്ഷേ വളരെ രൂക്ഷമായ ആ കത്ത് പണ്ഡിതനായ ചെസ്റ്റർഫീൽഡ് തൻ്റെ സുഹൃത്തുക്കളെ കാണിക്കുമായിരുന്നു. നോക്കൂ, എത്ര മനോഹരമായ ഭാഷ, എത്ര ശക്തമായ ഭാഷ. ഇംഗ്ലീഷ് ഭാഷ ഇതിനേക്കാൾ ഭംഗിയായി കൈകാര്യം ചെയ്യാൻ ആർക്ക് കഴിയുമെന്നൊക്കെ പറഞ്ഞ് പ്രശംസിക്കുകയാണ് ചെയ്തിരുന്നത്. ഞാനിത് പറഞ്ഞത്, നമ്മൾ ആരെയെങ്കിലും സഹായിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അത് സഹായിക്കേണ്ട സമയത്ത് സഹായിക്കണം. ചെറിയൊരു സഹായം അത് ചില സന്ദർഭങ്ങളിൽ വലിയ സഹായമായി മാറും. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് പരസ്പരമുള്ള സഹായത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കുടുംബജീവിതത്തിലായാലും സാമൂഹിക ജീവിതത്തിലായാലും പൊതുജീവിതത്തിലായാലും മറ്റേത് കർമ്മമണ്ഡലത്തിലായാലും പരസ്പരം സഹകരിക്കാതെ പരസ്പരം സഹായിക്കാതെ ഒറ്റയ്ക്ക് നിൽക്കുവാൻ ആർക്കും കഴിയില്ല. ഒറ്റ തുരുത്തുകളായി നമുക്ക് ജീവിക്കുവാൻ പറ്റില്ല. ആ തുരുത്തുകൾ തമ്മിൽ പാലങ്ങൾ ഉണ്ടാകണം, മനസ്സുകൾ തമ്മിൽ പാലങ്ങൾ ഉണ്ടാകണം. അപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു വലിയ സന്ദേശമാണ് ആ കഥയിലൂടെ പോകുന്നത്. ഇതിലെ 32 കഥകളെക്കുറിച്ചും പരാമർശിക്കുവാൻ ഞാൻ താല്പര്യമെടുക്കുന്നില്ല. കാരണം ഒരു മിനിറ്റ് സംസാരിച്ചാൽ പോലും 32 മിനിറ്റ് പോകും. ഇത്ര സമയമേ എടുക്കാവൂ എന്ന് ഷാജി മോഹൻ എന്നോട് പറഞ്ഞിട്ടില്ല. അത് അദ്ദേഹത്തിൻ്റെ സംസ്കാരം. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് കൂടുതൽ സംസാരിച്ച് നിങ്ങളെ മുഷിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത് എൻ്റെ സംസ്കാരം. എനിക്ക് പറയുവാനുള്ളത്, ഷാജി മോഹൻ്റെ കഥകൾ നിങ്ങൾ വായിക്കണം, ഈ പുസ്തകം നിങ്ങൾ വായിക്കണം, നിങ്ങളുടേതായ രീതിയിൽ അതിനെ വിലയിരുത്തണം. അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കണം, വിമർശനങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തോട് പറയണം. അങ്ങനെ കൂടുതൽ നല്ല കഥാകൃത്താകാൻ, കൂടുതൽ നല്ലൊരു എഴുത്തുകാരനാകാൻ, സാമൂഹിക ബോധമുള്ള സമൂഹത്തെ നന്നാക്കാൻ പര്യാപ്തമായ രീതിയിൽ ഭാഷയെ പ്രയോഗിക്കുവാൻ കഴിയുന്ന ഒരു എഴുത്തുകാരനായി മാറാൻ അദ്ദേഹത്തിന് കഴിയണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഇനിയുള്ള കാലത്തും അദ്ദേഹത്തിൻ്റെ എഴുത്തനുസൃതമായി തുടരണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം എഴുത്തിൽ മുഴുകുമ്പോൾ കുത്തിക്കുറിച്ചുകൊണ്ട് ഇങ്ങിരുന്നാൽ അത്താഴമൂടിന് എന്ത് ചെയ്യുമെന്ന് ഒരു കവിയോട് ഭാര്യ ചോദിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശല്യം ചെയ്യുകയില്ല എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് ഈ റിട്ടയർമെൻറ്റ് ജീവിതത്തിൽ വീണ് കിട്ടുന്ന സന്ദർഭങ്ങളിൽ നല്ല സന്ദർഭങ്ങൾ കണ്ടെത്തി നല്ല കഥകളാക്കി മാറ്റി, അത് വായനായോഗ്യമായ കഥകളാക്കി പുസ്തകങ്ങളാക്കി മാറ്റി സഹൃദയർക്ക് സമ്മാനിക്കാൻ ഷാജിമോഹൻ ഇനിയും പരിശ്രമിക്കണം. ആ പരിശ്രമത്തിൽ അദ്ദേഹത്തിന് വിജയമുണ്ടാകട്ടെ. കാലവും കലാദേവതയും അദ്ദേഹത്തെ കൈകൾ ഉയർത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പുസ്തകത്തിന് അവതാരിക എഴുതാനും മറ്റൊരു പുസ്തകം അവതരിപ്പിക്കുവാനും എനിക്ക് അവസരം നൽകിയ ആ നല്ല മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ശിഥിലമായ ചിന്തകൾ വളരെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ടിരുന്ന സഹൃദയരായ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ നല്ല സായാഹ്നത്തിൽ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, പ്രകാശനം ഇവിടെ നടത്തിയ നമ്മുടെ മുനിസിപ്പൽ ചെയർമാൻ സന്തോഷ് അവറുകൾ, അത് ഏറ്റുവാങ്ങിയ സുനീഷ് തോമസ് അവറുകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എന്താ പറയുക, വിശ്രമ ജീവിതത്തിൽ ഇതിനു മുമ്പ് ഒരു പുസ്തകം പ്രകാശനം ചെയ്തു കഴിഞ്ഞു. അതുകൂടാതെ 32 രത്നങ്ങൾ എന്ന ഒരു ചെറുകഥാ സമാഹാരം നമ്മുടെ നാടിന് സംഭാവന ചെയ്ത നമ്മുടെ ഷാജിമോൻ ചേട്ടൻ. അതിനകത്ത് ഞാൻ മറിച്ചു നോക്കി 2-3 പേജ് മറിച്ചപ്പോൾ കണ്ടത് എല്ലാവർക്കും പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് അമ്മ മുതൽ അച്ഛൻ അങ്ങനെ ഓരോരുത്തരെയും പ്രാതിനിധ്യം. അപ്പോൾ അങ്ങനെയുള്ള 32 രത്നങ്ങൾ, അതിനകത്ത് സ്വന്തം പ്രിയ പത്നിയും ഉണ്ടാകാം. ഞാൻ വായിച്ചില്ല മുഴുവനും. അങ്ങനെ നമ്മുടെ സമീപത്തുള്ള എല്ലാവരെയും സ്വന്തം അനുഭവത്തിൽ കൂടി ഭാഗപാത്രമാക്കി നമുക്ക് ഒരു ചെറുകഥാ സമാഹാരമായി അയ്മനത്തിന് സംഭാവന ചെയ്ത ഒരു കഥാകാരൻ അല്ലേ. ഇവിടെ നമ്മുടെ അയ്മനം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കലാകാരന്മാരും
കഥകളിയും എന്താ പറയുന്ന അയ്മന ഒരു വലിയ ഒരു കലാകാരന്മാരുടെ നാടാണ്. അതുപോലെ നമ്മുടെ സതീഷ് കുമാർ മണലേലവറുകൾ, ഇവരൊക്കെ വലിയ, നമ്മളൊക്കെ അവരുടെ മുമ്പിൽ ആരുമല്ല. അവരൊക്കെ എന്നാ പറയുന്നത്, അക്ഷരം, നമ്മുടെ ഔസേഫ് സാർ ഇവിടെ ഇരിപ്പുണ്ട്, ഇവരൊക്കെ അക്ഷരങ്ങളെ ഇട്ട് അമ്മാനമാടുന്ന ആൾക്കാരാണല്ലേ. ചെറുതായൊക്കെ ഞാനും പഠിക്കുന്ന കാലങ്ങളിലൊക്കെ എഴുതുമായിരുന്നു. പക്ഷെ അതൊക്കെ എന്തോ ഒക്കെ സാഹചര്യം കൊണ്ടായി എഴുത്തൊക്കെ അവിടെ നിർത്തി, പിന്നെ അതിനോട്ടൊന്നും കടന്നില്ല. പക്ഷെ ഒരുപാട് വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോൾ പുസ്തകങ്ങളെയൊക്കെ മൂലയ്ക്കോട്ട് ഒതുക്കി ഫോണുമായിട്ടുള്ള സഞ്ചാരമായി. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടി വിയിലെ സീരിയലൊന്നും കാണുന്ന പരിപാടി എനിക്കില്ല, അന്നുമില്ല ഇന്നുമില്ല. ഈ സീരിയലാണെന്ന് തോന്നുന്നു നമ്മുടെ ആൾക്കാരെ എല്ലാം ഈ പുസ്തക വായനയിൽ നിന്നും മാറ്റിയെന്ന് തോന്നുന്നു. കാരണം ഒരു തുണ്ട് പേപ്പർ കിട്ടിയാലും നമ്മളെല്ലാവരും ഒരു പൊതിഞ്ഞു കിട്ടുന്ന പേപ്പർ കഷ്ണമാണെങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ എല്ലാവരും തന്നെ വായന ഉള്ളവരായിരുന്നു. പക്ഷെ ഇപ്പം ആർക്കും വായനയില്ല. അതിൻ്റെ കാരണം എൻ്റെ അമ്മ മുതൽ ഞാൻ ഉപദേശിക്കാറുള്ളതാണ്, സന്ധ്യയാകുമ്പോൾ ടി വിയുടെ മുമ്പിലേക്കാണ് ഓടുന്നത്. ആ സീരിയലിൻ്റെ ഒന്നും പേരെനിക്ക് പറയാൻ അറിയത്തില്ല, ഞാൻ കാണാത്ത ആളായതുകൊണ്ട്. ഓരോ സീരിയലിൻ്റെ പേരും പറഞ്ഞ് ഓട്ടമാണ്. പക്ഷെ ആ വായന എവിടെയൊക്കെയോ മൺമറഞ്ഞു പോയി. പക്ഷെ ആ വായന നമ്മൾ തിരിച്ചു കൊണ്ടുവരണം. ഇവരുടെയൊക്കെ പുസ്തകങ്ങൾ തീർച്ചയായിട്ടും ഈ ഷാജിമോൻ ചേട്ടൻ്റെ പുസ്തകങ്ങൾ നമ്മുടെ അയ്മനങ്കാർ വായിച്ചില്ലെങ്കിൽ ആര് വായിക്കും? അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ പുസ്തകം എന്തായാലും വായിക്കും, എത്ര സമയം കണ്ടെത്തിയാണല്ലോ. അതുകൊണ്ട് നമ്മുടെ സതീഷ് ചേട്ടൻ മിക്കവാറും ഞങ്ങൾക്ക് സ്വാഗതം ആശംസിക്കുമ്പോൾ ഓരോരോ പുസ്തകങ്ങൾ ആണ് തരുന്നത്. കാരണം ഇതെങ്കിലും വായിച്ച് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ടാവും അങ്ങനെ ഒരു പുസ്തകങ്ങൾ തരുന്നത്. പക്ഷെ പലപ്പോഴും ഈ ജനപ്രതിനിധി ആയതിനു ശേഷം വായന ഒട്ടുമേ ഇല്ലാതെയായി. കാരണം 100 പ്രശ്നങ്ങളുമായിട്ട് ഓടുന്ന അവസരത്തിൽ ഇതൊന്നും വായിക്കാനുള്ള അവസരങ്ങളില്ല. ക്ഷീണിച്ച അവസ്ഥയായി എവിടെയെങ്കിലും കിടന്നുറങ്ങിയാൽ മതി എന്നുള്ള ചിന്തയിൽ കൂടി പോകും. അതാണ് പലപ്പോഴും വായനയ്ക്ക് പ്രാതിനിധ്യമില്ലാതെ പോകുന്നത്. പക്ഷേ പലപ്പോഴും പുസ്തകങ്ങളൊക്കെ എടുത്തു വെക്കും, പക്ഷെ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. നമ്മുടെ പ്രായമായില്ലേ, അത് സമ്മതിച്ചു കൊടുത്തല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പുസ്തകം എന്തായാലും വായിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. തീർച്ചയായിട്ടും ഞാൻ ഈ പുസ്തകം വായിക്കും. സതീഷ് ചേട്ടൻ്റെ പുസ്തകം ചെറിയ പുസ്തകങ്ങളാണ്. ഇത് കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള പുസ്തകങ്ങൾ. അത് കേട്ടിട്ട് ചിലപ്പോൾ സതീഷ് ചേട്ടന് അടുത്ത പ്രാവശ്യം വലിയ പുസ്തകങ്ങളൊക്കെ എഴുതുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഓരോ വേദിയിൽ ചെല്ലുമ്പോൾ ഈ 10 വർഷക്കാലമായിട്ട് ഓരോ പുസ്തകങ്ങളാണ് തന്ന് ഞങ്ങൾക്ക് പൂവിന് പകരം തരുന്നത്. ഓരോ പുസ്തകങ്ങളാണ്. നമ്മുടെ ഷാജിമോൻ ചേട്ടൻ ഈ ഗുരുദേവൻ്റെ ഈ സന്നിധിയിൽ തൊട്ട് സമീപത്താണ് വീട്. ആ വീട്ടിൽ ഗുരുദേവൻ്റെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കണക്കാക്കുന്നു. ഇങ്ങനെ ഒരു എഴുതി ഇങ്ങനെ ഒരു, ഇവിടെ കഴിഞ്ഞ ദിവസത്തെ പരിപാടിയിൽ പറഞ്ഞു, എനിക്ക് ഈ ഹോളിൽ വെച്ച് തന്നെ ഈ ഒരു സമർപ്പണ വേദിയിൽ വെച്ച് തന്നെ ഒരു പ്രാർത്ഥനാ മന്ദിരത്തിൽ വെച്ച് തന്നെ ചേട്ടൻ്റെ പുസ്തക പ്രകാശനം നടത്തണമെന്ന് ഒരാഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. അത് എന്തായാലും നമ്മുടെ ഗുരുദേവൻ്റെ ഒരു കൃപാകടാശം തന്നെയാണ് ഈ പുസ്തകം പ്രകാശനം ഈ സമയത്ത് ഇവിടെ വെച്ച് നടത്താൻ ചേട്ടനെ ഈശ്വരൻ അനുഗ്രഹിച്ചു. ഇനിയും കൂടുതൽ എഴുതാൻ അവസരമുണ്ടാകട്ടെ. വിശ്രമ ജീവിതത്തിൽ ഇങ്ങനെ എഴുത്തിൽ കൂടി ഓരോരുത്തരും ഓരോ സന്തോഷങ്ങളാണ് കണ്ടെത്തുന്നത്. അതുകൊണ്ട് ഷാജിമോൻ ചേട്ടൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പുസ്തകം ഏറ്റുവാങ്ങിയ സ്പോർട്സ് എഡിറ്റർ മലയാള മനോരമ ശ്രീ സുനീഷ് തോമസ് അവറുകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ടരെ എല്ലാവർക്കും നമസ്കാരം. ഷാജിമോൻ ചേട്ടൻ്റെ 2ാമത്തെ പുസ്തകമാണ് 32 രത്നങ്ങൾ എന്നത്. ആദ്യത്തെ കഥയുടെ കാലം എന്ന ആ ഒരു പരിപാടിയിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചു. അന്ന് ഉള്ള SNDP വെച്ചായിരുന്നു അന്ന് നടന്നത്. ഇപ്പോൾ 2ാമത്തെ ഇതിൽ ഷാജിമോൻ ചേട്ടൻ്റെ ആഗ്രഹം പോലെ തന്നെ നമ്മുടെ ഈ ഒരു വേദിയിൽ ഇവിടെ വെച്ച് നടത്താൻ സാധിച്ചു. നമ്മുടെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇല്ലാതെ പോയൊരു കാര്യവും എഴുത്തും വായനയും. അതിപ്പോഴാരും ഇല്ലാത്ത, കാരണം കുട്ടികളുടെ എല്ലാം കയ്യിൽ ഫോണും കാര്യങ്ങളും ആയതുകൊണ്ട് ആർക്കും അതിനൊന്നും സമയമില്ലാതെ പോയി. എന്തായാലും ഇതൊരു ചേട്ടൻ്റെ ഈ ഒരു കഥ നമ്മുടെ വളർന്നു വരുന്ന ഈ തലമുറയ്ക്ക് ഒരു പ്രചോദനമാകട്ടെ എന്ന് അറിയിക്കുകയാണ്. നമ്മുടെ അയ്മനം ഗ്രാമപഞ്ചായത്ത് എല്ലാവർക്കും അറിയാം. ഒത്തിരി കലാകാരന്മാർ അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ്. നമ്മുടെ ഷാജിമോൻ ചേട്ടനും അതിലൊരാളായി അറിയപ്പെടുന്നതാകട്ടെ എന്ന് ആദ്യമായി തന്നെ ആശംസിക്കുകയാണ്. ചേട്ടൻ്റെ ഈ 32 രത്നങ്ങൾ എന്ന ഈ ഒരു ചടങ്ങിന് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നതിനോടൊപ്പം ഇനി മുമ്പോട്ടും നല്ല കഥകൾ എഴുതാനായിട്ടും ജഗദീശൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ആശംസ അർപ്പിക്കുന്നതിനായി
ഐമനം വില്ലേജ് സർവീസ് സഹകരണ ബാങ്കിന്റെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ OR പ്രദീപ് കുമാറിനെ ക്ഷണിക്കുകയാണ്. കാലം കഴിയുമ്പോൾ തന്നെ മറ്റൊരു പുസ്തകവും എത്തിയിരിക്കുകയാണ്. ഐമനത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കലാകാരന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ ഉള്ള ഒരു നാടാണ് ഐമനം എന്ന് പറയുന്നത്. അതിന് വേദിയിൽ തന്നെ 2 ഐമനംകാർ ഇരിപ്പുണ്ട്, ശ്രീ ഔസേഫ് ചിറ്റക്കാടും അതേപോലെ സതീഷ് കുമാർ മണലിൽ. അപ്പം നമ്മുടെ നാട് എഴുത്തുകാരെ കൊണ്ട് ധന്യമായിരിക്കുന്ന ഒരു നാടാണ്. ബുക്കർ പ്രൈസ് ജേതാവ് നമ്മുടെ അരുന്ധതി റോയ് ഉൾപ്പെടെ നമ്മുടെ നാട്ടുകാരിയാണ്. അതേപോലെ ഐമനം ജോൺ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡും അതേപോലെ തന്നെ ദേശാഭിമാനിയുടെ പുരസ്കാരമൊക്കെ നേടിയ നമ്മുടെ ഐമനം ജോൺ നമ്മുടെ സ്വന്തം സാഹിത്യകാരനാണ്. ഒട്ടനവധി പേര് നമുക്ക് നമ്മുടെ ഗ്രാമത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ തന്നെ 32 എന്ന് പറയുന്ന അക്കത്തോട് ഷാജി വല്ലാണ്ട് ഇഷ്ടപ്പെടുന്ന ഒരു അക്കമായിട്ടാണ് 32നെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് 32 രത്നങ്ങൾ രൂപപ്പെട്ടതും അത് കഥകളായി മാറിയതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഷാജിയെ പോലെ ഒട്ടനവധി പേര് നമ്മുടെ ഗ്രാമത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പുസ്തകം വായിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യത്തെ പുസ്തകം വായിച്ചതിന് ശേഷമാണ് ഈ പരിപാടിയിൽ വന്നിരുന്നത്. എന്നാൽ ഇത് വായിക്കാനുള്ളൊരു അവസരം ഉണ്ടായില്ല. തീർച്ചയായിട്ടും ആദ്യത്തെ പുസ്തകം എല്ലാം ആസ്വദിച്ച് വായിക്കാനായിട്ട് കഴിഞ്ഞു. ഇതും അത്തരത്തിൽ വായിച്ച് മനസ്സിലാക്കിയെടുക്കും. അതോടൊപ്പം ഷാജി കൂടുതൽ ഉയർച്ചയിലേക്ക് പോവട്ടെ, അതിനെല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഏറ്റവും പ്രിയങ്കരായ നേതാക്കന്മാരെ, പ്രിയമുള്ളവരെ, പൊതുജനങ്ങളെ, ഷാജു അഞ്ചേട്ടൻ്റെ 32 രത്നങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത്. ജീവിതത്തിൻ്റെ 32 വൈവിധ്യമാർന്ന ഭാവങ്ങൾ ചേർത്തുകൊണ്ടാണ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. എഴുത്ത് എന്ന് പറയുന്നത് ഒരു സർഗാത്മകമായ കഴിവാണ്. കാരണം ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു നാടിൻ്റെ കണ്ണാടിയാണ്. കാരണം ഓരോ നാടിൻ്റെ സ്പന്ദനത്തിൻ്റെയും ചിന്തകളുടെയും ഒക്കെ അത് വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയൊരു മാധ്യമം കൂടിയാണ് പുസ്തകങ്ങൾ. ഈ ആധുനിക കാലത്ത് പുസ്തക വായന കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് പലരും പറയുന്നുണ്ട്. കാരണം പുതിയ തലമുറ പുസ്തകങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് നമ്മൾ കരുതുന്നത്. കാരണം അവർക്ക് കൂടുതൽ താല്പര്യം മൊബൈലും മറ്റ് കാര്യങ്ങളാണ്. അതുകൊണ്ട് തീർച്ചയായും ഇതുപോലുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ ഇതുപോലുള്ള ഗ്രന്ഥകർത്താക്കൾ നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് നമ്മുടെ നാടിൻ്റെ അഭിമാനമാണ്. കാരണം പുതിയ തലമുറയ്ക്ക് പുതിയ അറിവുകൾ നൽകുവാനും അവർക്ക് വായനയുടെയും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ പ്രതീക്ഷയുള്ള കാര്യങ്ങളിലേക്ക് കടന്നു വരാനായിട്ട് പുസ്തകങ്ങൾ ഒരുപാട് സഹായിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാടുകളിൽ അടുപ്പിച്ചടുപ്പിച്ച് ലൈബ്രറിയും മറ്റു കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു പഞ്ചായത്ത് എടുത്തു കഴിഞ്ഞാൽ വളരെ ചുരുക്കമായിട്ടാണ് ലൈബ്രറികളുള്ളത്. കാരണം പുസ്തകത്തിൻ്റെ വായന നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്നത് നമ്മുടെ കുട്ടികളുടെ മാനസികമായിട്ടുള്ള വളർച്ചയ്ക്കൊക്കെ വളരെ പിന്നോട്ട് പോകുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇതുപോലുള്ള പുസ്തകങ്ങൾ തീർച്ചയായും നമ്മുടെ നാടിന് ഗുണകരമാണ്. ഷാജു അഞ്ചേട്ടന് ഇനിയും കൂടുതൽ പുസ്തകങ്ങളിലേക്കും അതുപോലെ തന്നെ കഥകളിലേക്കൊക്കെ എഴുതിപ്പെടാൻ കഴിയട്ടെ. ഈ പുസ്തകം തീർച്ചയായും ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം പിടിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്. ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ഷാജു അഞ്ചേട്ടനെ ഇതിൻ്റെ ഭാര്യകളെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഈ പുസ്തകം തയ്യാറാക്കുന്നതിന് പ്രയത്നിച്ച ഷാജു അഞ്ചേട്ടനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഷാജു അഞ്ചേട്ടന് ഇതിനു വേണ്ടിയിട്ട് പിന്തുണ നൽകുന്ന കുടുംബാംഗങ്ങൾക്കും എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശിവഗിരി മഠത്തിന്റെ VRO ശ്രീ EM സമാധാൻ അവരെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യനായ ശ്രീ കൈനഗരി ഷാജി സാർ, SNDP യോഗം കോട്ടയം യൂണിയൻ്റെ കൺവീനർ സുരേഷ് പരമേശ്വരൻ അവർ,
വേദിയെ സമ്പന്നമാക്കുന്ന ബഹുമാന്യരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പത്മൻ സാർ അതിന് മറുപടി പറയുകയും ചെയ്യുന്ന കൗതുകകരമായ കാഴ്ച പലപ്പോഴും കാണാനിടയായിട്ടുണ്ട്. അപ്പോൾ പിന്നീട് കാണാനായത് മലയാള മനോരമ വാരികയിൽ ഷാജിമോൻ്റെ ഒരു കഥ പ്രസിദ്ധീകരിച്ചത് കണ്ടു. നമുക്കറിയാം, മലയാള മനോരമ പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള ഒരു വാരികയിൽ ഒരു കഥ അടിച്ചു വരിക എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായൊരു കാര്യമല്ല. അവിടെ എത്ര സ്വാധീനവും പരിചയവും, ഷാജിമോൻ്റെ സ്വാധീനമൊന്നും അവിടെ ചിലവാകുകയില്ല എന്ന് നമുക്കറിയാം. പക്ഷേ ആ കഥയുടെ ഉൾക്കാമ്പ്, ആ കഥയുടെ മൂല്യം കണ്ടെത്തിയ മലയാള മനോരമ പത്രാധിപ സമിതി അംഗം ഷാജിമോൻ്റെ ആ കഥ പ്രസിദ്ധീകരിക്കുകയാണ് ഉണ്ടായത്. പിന്നീട് മംഗളത്തിലും മറ്റ് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലുമൊക്കെ ഷാജിമോൻ്റെ കഥ നിരവധിയായി അച്ചടിച്ചു വന്നിട്ടുണ്ട്. ഞാനും ഷാജിമോനും മലയാള മനോരമയിൽ ജോലിക്ക് കയറുന്ന കാലത്ത് ഷാജിമോൻ്റെ പിതാവും എൻ്റെ പിതാവും അവിടുത്തെ ജോലിക്കാരായിരുന്നു. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അവിടുന്ന് പടിയിറങ്ങി കഴിഞ്ഞപ്പോൾ അതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ പ്രധാന പ്രവർത്തന മേഖല ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളായിരുന്നു. അപ്പോൾ ഷാജിമോൻ്റെ ഓരോ ചുവടുവയ്പ്പിലും ഗുരുദേവൻ്റെ അനുഗ്രഹം ആവോളം ലഭിച്ചിട്ടുണ്ട്. ഷാജിമോനോട് ചേർന്ന് നിൽക്കുന്ന കുടുംബ പശ്ചാത്തലം ഷാജിമോന് വന്നു ചേർന്നു. അത് ശ്രീനാരായണ ഗുരുദേവനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സത്യസന്ധമായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഏതൊരാൾക്കും വന്നു ചേരുന്ന ഒരു ഭാഗ്യ അനുഭവമായി ഞാൻ പലപ്പോഴും കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനുശേഷം മനോരമയിൽ നിന്നിറങ്ങി ശിവഗിരി മഠത്തിൻ്റെ വിആർഒയായി ജോലി നോക്കി വരുന്ന കാലയളവിൽ ഷാജിമോൻ എന്നെ സഹായിക്കുകയാണ്. ശിവഗിരി തീർത്ഥാടന വേളയിലും നവരാത്രി വേളയിലും തുടങ്ങി എല്ലാ വിശേഷാൽ അവസരങ്ങളിലും ദിവസങ്ങളോളം അവിടെ വന്ന് താമസിച്ച് ആ ഗുരുദേവ കാര്യത്തിൽ ഇടപെടാനുള്ള ഒരു മനസ്സ്, വലിയ മനസ്സ് കാട്ടിയിട്ടുണ്ട്. അതിലൂടെയൊക്കെയാണ് ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ആകാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന് കഴിഞ്ഞത് എന്ന് ഞാൻ വളരെ വിനയപൂർവ്വം പറയുകയാണ്. ഷാജിമോൻ്റെ ആദ്യ കഥ പ്രകാശനം ചെയ്ത അവസരം ഞാൻ ഓർക്കുകയാണ്. അന്ന് വേദി പങ്കിട്ട പലരും ഇപ്പോഴും ഈ വേദിയിലുമുണ്ട്. അന്ന് ആ സദസ്സിലുണ്ടായിരുന്ന ഒട്ടേറെ സഹോദരി സഹോദരന്മാർ ഈ സദസ്സിലുമുണ്ട്. ഷാജിമോൻ്റെ ഭാഗത്തു നിന്നും ഇനിയുമേറെ കഥകളുണ്ടായി മലയാള സാഹിത്യ മേഖലയിൽ വലിയ സംഭാവന ചെയ്യാൻ ഷാജിമോന് കഴിയും എന്നാണ് നമുക്കൊക്കെ പ്രതീക്ഷിക്കാവുന്നത്. കാരണം ഷാജിമോൻ്റെ മനസ്സിൽ ഒരു കലാ സാഹിത്യ മനസ്സുണ്ട്. രൂപപ്പെട്ടു വരുന്ന ഓരോ കഥയും അതിൻ്റെ ഉൾക്കാമ്പുകൾ മാത്രം വാചാലമായി കുറേയേറെ പേജുകൾ നശിപ്പിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി വായിക്കുന്ന ആളുകൾക്ക് അനായാസേന അത് മനസ്സിലാക്കുവാനും ഓരോ കഥയുടെയും മൂല്യം നിമിഷങ്ങൾക്കകം തിരിച്ചറിയുവാനും സഹായിക്കുന്ന രചനകളാണ് ആ ഓരോ കഥയിലും ഈ 32 രത്നങ്ങളിലുമുള്ളത്. ആ 32 രത്നങ്ങളെന്ന് പേരെഴുതുവാൻ തന്നെ കാരണം ഗുരുദേവൻ്റെ ഒരു കൃതിയുമായി ബന്ധപ്പെട്ട ആ അക്ഷരങ്ങളാണ്. 32 അക്ഷരങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് 32 കഥകൾ കൂട്ടിണക്കി ഒരു പുസ്തകം രൂപപ്പെടുത്തുവാൻ അതിൻ്റെ പിന്നിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ അനുഗ്രഹം ആവോളം ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. ധന്യമായ ഈ ചടങ്ങിൽ എന്നെ കൂടി പങ്കെടുപ്പിക്കാൻ ക്ഷണിച്ച ഷാജിമോനോടുള്ള നന്ദി അറിയിക്കുകയും ഇനി കൂടുതൽ മേഖലകളിലേക്ക് ഷാജിമോൻ്റെ സേവനവും സാഹിത്യ സംഭാവനയും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയമുള്ളവരെ, അക്ഷരക്കൂട്ടങ്ങൾ കൊണ്ട് അമ്മാനമാടി വാക്കുകളെ പടവാളാക്കി തീർക്കുന്ന പ്രഭാഷകൻ, മോട്ടിവേഷൻ ക്ലാസിന്റെ നായകൻ തുടങ്ങി വേദികൾ ഒട്ടനവധി വേദികൾ പങ്കിട്ട് കോട്ടയത്തെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന് സമുജ്വലമായ നേതൃത്വം കൊള്ളുന്ന കോട്ടയം SNDP യൂണിയന്റെ സമാരാധ്യനായ കൺവീനർ ശ്രീ സുരേഷ് പരമേശ്വരൻ അവരുടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതിനായി ക്ഷണിക്കുകയാണ്. ഓം ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇന്നത്തെ ഈ പുസ്തക പ്രകാശന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന ഏറെ ബഹുമാന്യായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഹരികുമാർ അവർകൾ, ഇവിടെ ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിച്ച ഏറെ ബഹുമാനായ നമ്മുടെ നഗരസഭയുടെ അധ്യക്ഷൻ ശ്രീ MP സന്തോഷ് കുമാർ അവർകൾ, സ്വാഗതം ആശംസിച്ച വിഭോഗദേഹത്തിന്റെ ട്രസ്റ്റ് സെക്രട്ടറി കൂടിയായ ശ്രീ TT പ്രസാദ് അവർകൾ, പുസ്തകം ഏറ്റുവാങ്ങിയ
മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്റർ കൂടിയായ ശ്രീ സുനീഷ് തോമസ് അവർകൾ, പ്രിയങ്കരനായ നമ്മുടെ ശിവഗിരിമഠത്തിൻ്റെ PRO സോമനാഥ് സാറ്, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ഡോക്ടർ പോൾ മണിലാൽ അവർകൾ, ശ്രീ കൈനഗിരി ഷാജി അവർകൾ, ശ്രീ ജയ്മോൻ അവർകൾ, ശ്രീമതി അനു ശിവപ്രസാദ്, ശ്രീമതി സുനിത അഭിഷേക്, ശ്രീ ജയകുമാർ, ശ്രീ പ്രദീപ് കുമാർ, ഔസർ ചിറ്റക്കാട്, ശ്രീമതി മിനി മനോജ്, ശ്രീകാന്ത് ഇമനം, മഹേഷ് PK, സതീഷ് കുമാർ മണലേൽ, തുടങ്ങിയ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരനായ ആത്മസഹോദരങ്ങളെ, ഇന്നത്തെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രിയങ്കരനായ ആത്മസഹോദരങ്ങളെ, ശാഖാംഗങ്ങളെ, സജ്ജനങ്ങളെ, ആദ്യമേ തന്നെ ക്ഷമ ചോദിക്കുകയാണ് താമസിച്ചത്. ഞാൻ ഓടിപ്പോവുകയും ചെയ്യും. രാജുവൻ ചേട്ടന്റെ ക്ഷണിച്ചു, ഞാൻ വരാമെന്ന് ഉറപ്പ് നൽകി, വാക്ക് പാലിക്കുക എന്ന ഒരു നിർബന്ധമുള്ളത് കൊണ്ടാണ് ഓടിയെത്തിയത്. അദ്ദേഹത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. എന്തായാലും ഈ പുസ്തകം ഇങ്ങനെ രചിച്ചു. ആ സമയത്ത് എന്നോട് പറഞ്ഞു, സാറിന്റെ ഒരു വാക്ക് എനിക്കിതൊരു പ്രചോദനമായെന്ന് പറഞ്ഞു. എനിക്കും സന്തോഷം തോന്നി. കാരണം 32ന്റെ ഒരു കണക്ക്, 32 അക്ഷരങ്ങൾ കൊണ്ട് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്ന 1888 മഹാഗുരുവിന്റെ ഹൃദയസ്പർശിയായ സമൂഹത്തിന്റെ മാറ്റത്തിന്റെ വിപ്ലവം കുറിച്ച ആ മഹത് വചനം 32 അക്ഷരമാണ്. ദൈവദശകം ഒരു 0 ഇട്ടാൽ 320ലേക്ക്, ദർശനമാല ഒരു 0 കൂടെ ഇട്ടാൽ 3200ലേക്ക്. ഇങ്ങനെയുള്ള കണക്കുകളൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ആമുഖക്കുറിപ്പ് എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൽ 32ഓളം രത്നങ്ങൾ ചേർത്തുകൊണ്ടില്ലേ? അപ്പൊ തീർച്ചയായും നമുക്കറിയാം, വളരെ മൂല്യമുള്ള കഥകൾ മനസ്സിന്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലുന്ന തരത്തിലാണ് അദ്ദേഹം അതിൽ എഴുതിയത് എന്ന് വിശ്വസിക്കുന്നു. ഞാൻ വായിച്ചില്ല, പുസ്തകം കിട്ടി, ഞാൻ വായിക്കാം. തീർച്ചയായും നമ്മുടെ മനസ്സുകളിൽ നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ കർമ്മകാണ്ഡം പലതരത്തിലാണ്. ചിലർ വാക്കുകൊണ്ടാവാം, ചിലർ അർത്ഥം കൊണ്ട്, ധനം കൊണ്ടാവാം, ചിലർ ഒരുപക്ഷെ പ്രാർത്ഥന കൊണ്ടാവാം. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചപ്പോഴും പറഞ്ഞു, നമ്മുടെ കർമ്മകാണ്ഡം എന്ന് പറയുന്നത് പലതരത്തിലാണ്. പണം മാത്രം കൊടുത്താൽ പ്രവർത്തനമാവില്ല. ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഞാൻ ഇന്നാളൊരു ചോദ്യം ചോദിച്ചു. ഏറ്റവും കൂടുതൽ ജാതി പറയുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആര് എന്നതായിരുന്നു ചോദ്യം. എന്ത് പറയും പേര്? ഉണ്ടോ? വായനങ്ങുന്ന കണ്ടോ? വെള്ളാപ്പള്ളി നടേശൻ. ഇതാ പേര് വരുന്നത്. അല്ല കേട്ടോ, അല്ല. കാര്യമോ? നമുക്ക് എന്തേ അറിയത്തുള്ളൂ? നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഉള്ളത് കൊണ്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുന്നത് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അല്ല, യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ജാതി പറഞ്ഞ ജനറൽ സെക്രട്ടറി ആരാന്നറിയാമോ? SNDP യോഗത്തിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറിയായ മഹാകവി കുമാരനാശാനാണ്. കാരണം എന്താ? അന്നാണ് ജാതിക്കോമരിങ്ങളുടെ കൊത്താട്ടങ്ങളുള്ളത്. ഇത് മതേതരത്വ ഇന്ത്യയിലാണ്, മതേതര മുഖമുള്ള സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അന്ന് തൂലികത്തുമ്പ് പടവാളാക്കിക്കൊണ്ട്, അന്ന് ജാതിയുടെ വിവേചനം മൂലം മനുഷ്യ സമൂഹത്തിൽ വിവേചനത്തോടുകൂടി സമൂഹത്തിലേക്ക്, മുൻനിരയിലേക്ക്, മുഖ്യധാരയിലേക്ക് കടന്നു ചെല്ലാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിലാണ് മഹാകവി കുമാരനാശാൻ തന്റെ ആശയങ്ങളെ വസ്തുനിഷ്ഠമായി, സത്യസന്ധമായി തൂലികത്തുമ്പ് ചലിപ്പിച്ചുകൊണ്ട് പടവാളാക്കി മാറ്റിയത്. അതുകൊണ്ടാണ് അത് ഇന്നും നമ്മുടെ മനസ്സിൽ ഹൃദയസ്പർശിയാൻ നിൽക്കുന്നത്, അല്ലേ? നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്നത് കുറച്ച് കഴിയുമ്പോൾ അങ്ങ് മാഞ്ഞുപോകും. അവരുടെ തലക്കിട്ടൊരു കൊട്ടുപൊട്ടിയാൽ മതി, പിന്നൊന്നും ഓർത്തിരിക്കത്തില്ല. ശരിയല്ലേ? നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ ഞാൻ പോയി നടത്തിയ ശാഖയിലെ സെക്രട്ടറിക്ക് ഇച്ചിരി പ്രശ്നമാണ്. കാരണം അദ്ദേഹം പറയുന്നത് തന്നെ പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, നല്ലൊരു മനുഷ്യനായിരുന്നു, ഇത് എന്നാ പറ്റിയത്, ഞങ്ങള് തലയ്ക്ക് കൈവച്ചു പോയി. അപ്പോ ചിലർക്ക് ബുദ്ധി കൂടിയാലും അങ്ങനെ. അപ്പോ ഈ സാധനമൊക്കെ ഇങ്ങനെ എഴുതി വെക്കാമെങ്കിൽ നമുക്ക് പിന്നീട് പ്രയോജനപ്പെടും. നമ്മുടെ മനസ്സുകളില്ലേ, നമ്മളൊരു പൂവ് താഴെ കിടക്കുമ്പോൾ വീണപൂവ്, നമ്മളും പറയും വീണപൂവാന്ന്. പക്ഷെ കുമാരനാശാന്റെ വീണപൂവ് അതല്ല. മനസ്സിൽ ആ വാക്കുകൾ മുളയ്ക്കണമെങ്കിൽ മനസ്സിൽ ചിന്തകൾ ഉണ്ടാവണം. ചിന്തകൾ വെറുതെ ഉണ്ടായാൽ പോരാ. നമ്മുടെ കൺമുന്നിൽ കാണുന്ന ഒരു കാര്യത്തെ അത് ശ്രവണ ഭംഗിയോടുകൂടി ഒരുപക്ഷെ നമ്മൾ വായിക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ മനസ്സിന് ഇമ്പമുണ്ടാക്കുന്ന രീതിയിൽ അവയെ ചിത്രീകരിക്കുവാൻ ഒരു കഴിവുണ്ട്.
ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ പാചകം അറിയാവുന്നവരാണ് ഇല്ലേ? ചിക്കനാണ് മേടിച്ചു തരുന്നത്. 10 അമ്മമാരുടെ കയ്യിലോട്ട് ചിക്കൻ മേടിച്ചു കഴിഞ്ഞാലോ പിള്ളേര് പറയും എനിക്ക് മന്തി മതി എന്ന് പറയും. കാര്യം എന്താ? അമ്മ വെച്ചതും കോഴിയാണ്, അവിടെ ഇരിക്കുന്നതും കോഴിയാണ്. രണ്ടും കോഴി ഒരു കടയിലെ തന്നെയാണ്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിനെ പാകപ്പെടുത്തുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ഇല്ലേ? അത് ഓരോരുത്തരുടെ കഴിവുകളാണ്. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ സാമൂഹ്യ സാഹചര്യങ്ങൾ, നമ്മളുടെ അനുഭവങ്ങൾ, ഇവയൊക്കെ ഹൃദയസ്പർശിയായ രീതിയിൽ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് വരും തലമുറയ്ക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ അത് അക്ഷരക്കൂട്ടങ്ങളിലൂടെ എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ അക്ഷരം ക്ഷരിക്കാത്തതാണ്, നാശമില്ലാത്തതാണ് ഇല്ലേ? ആ നാശമില്ലാതെ നിലനിൽക്കുന്നതായി അവയെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് പ്രതിഫലിപ്പിക്കുക എന്ന് പറയുന്നത് അത് എല്ലാവരാലും സാധ്യമല്ല. പലരും പറയും, പക്ഷേ ആ കാവ്യ ഭംഗിയിലൂടെ അല്ലെങ്കിൽ നമുക്ക് കഥാരൂപേണ നമുക്ക് ശ്രവണസുന്ദരമായ രീതിയിൽ അതിനെ പാകപ്പെടുത്തി ചിട്ടപ്പെടുത്തി എഴുതുക എന്ന് പറയുന്നത് അത് ഒരു ഭയങ്കര കഴിവ് തന്നെയാണ്. വളരെ നല്ല കഴിവാണ്. അത് ഗുരുവിന്റെ അനുഗ്രഹമാണെന്നേ ഞാൻ പറയൂ. നമ്മുടെ ഓരോരോ കഴിവുകളും ഗുരുവിന്റെ അനുഗ്രഹമാണ്. ജന്മസുഹൃതം എന്ന് പറയും, മാതാപിതാക്കളുടെ അനുഗ്രഹം, ഗുരുക്കന്മാരുടെ അനുഗ്രഹം, തന്റെ ജീവിതത്തിലെ കർമ്മകാണ്ഡത്തിലെ തീർച്ചയായും ആ പ്രവൃത്തിയിലുള്ള അനുഗ്രഹമൊക്കെയാണ് ഇത്തരത്തിലേക്ക് ഷാജുമോൻ ചേട്ടന് കടന്നു വരാൻ സാധിക്കുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോ സോമനാഥ് സാർ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തന ബന്ധാവിലൂടെ ലഭ്യമായ അറിവുകളെ കുറിച്ച് അദ്ദേഹവും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. കൂടുതൽ എഴുതുവാനും വരും തലമുറയ്ക്ക് വേണ്ടി വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുവാനും ഒരു കാര്യം നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പലതായിരിക്കാം. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് ചിക്കൻ, ഞാനതാണ് എക്സാമ്പിൾ പറഞ്ഞത്, പാചകം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ചിക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞൊരു കോഴിയെ മേടിച്ചു തന്നാൽ കടിച്ചു തിന്നുവോ? ഇല്ലല്ലോ, തിന്നില്ല. നമുക്കറിയാം മരുന്നാണ്, അരിവെപ്പ് നല്ല മരുന്നാ, ചോറിനെല്ലാം കടിക്കുമൊക്കെ നല്ലതാണെന്നാ പറയുന്നത് അല്ലെ? വിഷത്തിനുള്ള ഔഷധമാണെന്നാ പറയുന്നത്. പിള്ളേരുടെ വായിലോട്ട് തരുത്ത് അരിവെപ്പ് കൊടുത്താൽ കഴിക്കുക. നമുക്ക് ആഗ്രഹം ഉണ്ടെന്നേ, പക്ഷേ ഇതിനെ അങ്ങോട്ട് കൊടുക്കാൻ നമുക്കറിയില്ല. പക്ഷേ അവയെ അല്പം ഒരച്ച് നേരിടത്ത് തേനുമൊക്കെ ചാലിച്ച് മാധുര്യം കൂട്ടി കൊടുക്കുമ്പോൾ ഔഷധം സേവിക്കപ്പെടുകയാണല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് നമുക്ക് അനുഭവേദ്യമായ കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പങ്കിട്ട് കൊടുക്കുക എന്ന് പറയുന്നതാണ്. അതാണ് ഇവിടെ മുത്തുപോലെ നവരത്നങ്ങൾ പോലെ തിളക്കമാർന്ന രീതിയിൽ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായും കൂടുതൽ അറിയുവാനും കൂടുതൽ എഴുതുവാനും സമൂഹത്തിന്റെ ഈ ഒരു തലങ്ങളിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യുവാനും അതോടൊപ്പം തന്നെയാണ് ഇവർ ശാഖാ പ്രസിഡന്റായിട്ട് കടന്നു വന്നിരിക്കുകയാണ്. വന്ന സമയം മുതൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സേവന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ദിവസം അഭിനന്ദിച്ചിരുന്നു. തീർച്ചയായും ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാവട്ടെ. കൂടുതൽ ഉയരങ്ങളിലേക്ക് കൂടുതൽ സമൂഹ സേവന രംഗങ്ങളിലേക്കൊക്കെ കടക്കുവാൻ ഷാജുമോൻ ചേട്ടന് എല്ലാവിധമായ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ദൃഢമായി ആശംസിച്ചുകൊണ്ട് മഹാഗുരുവിന്റെ എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മ. ഈ ചടങ്ങിന് ആശംസ അറിയിക്കുന്നതിന് വേണ്ടി പരസ്പരം സ്വീകരിച്ചത് ഔസേപ്പ് ചിറ്റക്കാടിനെ ക്ഷണിക്കുകയാണ്. ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ ഉന്നതമായ നമസ്കാരം. ശ്രീ ഷാജുമോൻ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിലാണ് എൻ്റെ സുഹൃത്തായി വരുന്നത്. ഞാനിവിടെ പരസ്പരം എന്ന പേരിലൊരു മാസിക നടത്തി വരുന്ന ആളാണ്. 23 വർഷത്തോളമായി നടന്നു വരുന്നു. അപ്പോൾ ആ മാസിക പ്രവർത്തനത്തിലേക്കാണ് 3 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീ ഷാജുമോൻ ഞങ്ങളോടൊപ്പം കടന്നു വരുന്നത്. മാസിക നടത്തി വരുന്ന കഥയരങ്ങുകളിൽ ഷാജുമോൻ പങ്കെടുക്കുകയും കഥകൾ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം തന്നെ വായിച്ച് അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കുവാനും ഇതിനോടകം എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ആദ്യ പുസ്തകം പ്രകാശനം ചെയ്ത അവസരത്തിൽ ആ ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചിരുന്നു. അന്നെനിക്ക് പനി ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഏതായാലും ഇന്നത്തെ ഈ
ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണിക്കുകയും ഞാൻ വരികയും ചെയ്തു. എഴുത്തിൻ്റെ രംഗത്ത് കൂടുതൽ കൂടുതൽ തിളങ്ങുവാൻ, ഉന്നതിയിലേക്ക് പ്രവേശിക്കുവാൻ, കൂടുതൽ കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുവാൻ ഷാജിമോന് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സുദീർഘമായ കാലം നമ്മുടെ കവിതകളുടേതാണ്. 12-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്നു നമ്മുടെ കവിതാ പാരമ്പര്യം. അതിനു മുമ്പ് നമ്മുടെ നാട് അന്നത്തെ ആളുകളും സാഹിത്യരചന നിർവഹിച്ചിരുന്നു. അവർ ഒന്നുകിൽ തമിഴിലോ അല്ലെങ്കിൽ സംസ്കൃതത്തിലോ ആയിരുന്നു സാഹിത്യ രചനകൾ നിർവഹിച്ചുകൊണ്ടിരുന്നത്. അക്കാലത്ത് തമിഴിൽ ധാരാളം കാവ്യങ്ങൾ ഉണ്ടായി. 10 പുറനാനൂറ്, അകനാനൂറ് തുടങ്ങിയ കൃതികൾ, 5 മഹാകാവ്യങ്ങൾ തമിഴിലുണ്ടായി. ചിലപ്പതികാരം, മണിമേഖല, കുണ്ടലകേശി തുടങ്ങിയ 5 മഹാകാവ്യങ്ങൾ. അതുപോലെ 11 കണക്ക് നീതിസാര കഥകൾ, തിരുക്കുറൾ പോലുള്ള ധാരാളം കൃതികളുണ്ടായി. ഇതിനൊക്കെ ശേഷമാണ് 12-ാം നൂറ്റാണ്ടിൽ മലയാളത്തിൽ ആദ്യത്തെ ഒരു കൃതി രാമചരിതം എന്ന പേരിൽ നമുക്ക് ലഭിക്കുന്നത്. അവിടെ മുതലാണ് മലയാളം വെച്ച് തുടങ്ങുന്നത്. ഈ അടുത്ത കാലം വരെയും മലയാളികളെ, വടക്കേ ഇന്ത്യക്കാർ മലയാളികൾ നല്ല വിളിച്ചിരുന്നത് തമിഴൻ എന്നാണ്, മദ്രാസി എന്നാണ് വിളിക്കുന്നത്. വടക്കുള്ള ആളുകൾ കേരളീയരെ മദ്രാസികൾ എന്നാണ് വിളിക്കുമായിരുന്നു. മലയാളം അവർക്കറിയില്ല, മലയാളം എന്നൊരു ഭാഷയെക്കുറിച്ച് അവർക്കറിയില്ല. ഇന്നലെ 12-ാം നൂറ്റാണ്ടിന് ശേഷം വളർന്നു വന്ന ഭാഷ കണ്ണശന്മാരിലൂടെയും പിന്നീട് ചെറുശ്ശേരിയിലൂടെ, എഴുത്തച്ഛനിലൂടെ, കുഞ്ചൻ നമ്പ്യാരിലൂടെ നമ്മുടെ ഭാഷ വളർന്നു വരികയും ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ മഹാകവികൾ മലയാള ഭാഷയെ സമ്പന്നമാക്കുകയും ഒക്കെ ചെയ്ത് നമ്മുടെ ഭാഷ നടന്നു കയറിയത് ഇന്ത്യയിലെ പ്രധാന ഭാഷയായി നമ്മുടെ ഭാഷ അടയാളപ്പെട്ടു. ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിക്കൊണ്ടാണ് മലയാളം അതിൻ്റെ വളർച്ച ഒരു ഘട്ടം പൂർത്തിയാക്കുന്നത്. ജി ശങ്കർകുറുപ്പ് ഓടക്കുഴൽ എന്ന കൃതിയിലൂടെ ജ്ഞാനപീഠ പുരസ്കാരം നേടുന്നത്. അങ്ങനെ വളരെ ഇന്ത്യയിൽ തന്നെ ഒരു പുതിയ ഭാഷയാണ് മലയാളം. ഈ മലയാളത്തിലെ ഈ എഴുത്തുകാരാണ് കേരളീയർക്ക് മദ്രാസി എന്ന ആ വിളിപ്പേര് മാറ്റി മലയാളി എന്ന വിളിപ്പേര് നമുക്ക് സമ്മാനിച്ചത് നമ്മുടെ എഴുത്തുകാരാണ്. ആ എഴുത്തുകാർ നിരന്തരമായി മലയാള ഭാഷയെ സംസ്കരിക്കുകയും ചെയ്തു വരുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് മലയാളികളെന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് നമ്മെ തന്നെ അടയാളപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ മലയാള ഭാഷയെ സംസ്കരിക്കുന്ന പ്രവർത്തനത്തിലാണ് നമ്മുടെ ഷാജി സാറും വന്നുപെട്ടിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശ്രേഷ്ഠകരമായി മാറട്ടെ, കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ കൂടുതൽ പ്രസംഗങ്ങളാണ് നടന്നത്. ഞാൻ എൻ്റെ ഒരു കവിത ചൊല്ലിക്കൊണ്ട് എൻ്റെ വാക്ക് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഈ കവിത എഴുതാനുള്ള സാഹചര്യം എന്ന് പറയാം. ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയതാണ്. നമുക്ക് ഞാനൊരു നോവലിസ്റ്റാണ്, അതിൻ്റെ പേരൊക്കെ വന്നു. അദ്ദേഹത്തിൻ്റെ വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്ന ഒരു നോവലിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്, സ്മൃതികാവ്യം എന്നാണ് അതിൻ്റെ പേര്. ഞാൻ ആ പുസ്തകം വായിച്ചു, ആത്മകഥ. അപ്പോൾ അതിലെഴുതിയിരിക്കുന്നു, ഈ വൈക്കം ചന്ദ്രശേഖരൻ നായർ എന്ന ആ വ്യക്തിക്ക് 10 വയസ്സ് പ്രായമുള്ള സന്ദർഭത്തിൽ അദ്ദേഹം വൈക്കത്തൂടി ഇങ്ങനെ ഒരു സായാഹ്നത്തിൽ നടക്കുമ്പോൾ
അടുത്തുള്ള ഒരു ചെറിയൊരു കുടിൽ നിന്ന് ഒരു സ്ത്രീയുടെ ഞരക്കവും മൂളിച്ചയും കേൾക്കുന്നു. ഈ 10 വയസ്സുകാരൻ ആ മുറിക്കുള്ളിലേക്ക് കയറി ചെല്ലും. അപ്പൊ കണ്ടത് ഒരു സ്ത്രീ രക്തത്തിൽ കുളിച്ച് കിടക്കുന്നത് കണ്ടു. ആ കുട്ടി പേടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന്, അമ്മേ, കൺകളിൽ കത്തുന്ന തീക്കടലോടെ പുളഞ്ഞു നീയൻ പിറവിക്കു വേണ്ടി, ഇന്നും തോരാത്ത കൺകളാൽ ഉരുകിയൊലിക്കുന്നുവോ എന്റെ ക്രൂരമാം ചെയ്തികളൽക്കേ, എന്റെ ക്രൂരമാം ഭാഷകൾ കേൾക്കേ. നീ നൊന്തുപറ്റവൻ, നിൻ ജീവരക്തം പകുത്തു പിറന്നവൻ, കത്തുന്ന സൂര്യന്റെ ശൗര്യം കളഞ്ഞും കലിതുള്ളിയാർക്കുന്ന കടലിന്റെ ഭാവം വെടിഞ്ഞും ഒരു ചെറുപൈതലായി കുഞ്ഞിളം കൈകൾ ഉയർത്തി പല്ലുമുളയ്ക്കാത്ത മോണകൾ കാട്ടി നിൻ മുന്നിലെത്തി വിളിക്കുന്നു ദീനം. അമ്മേ പൊറുക്കുക, സ്നേഹമാം നിൻ കരങ്ങളാൽ എന്നെ പുണരുക, അമൃതം പൊഴിക്കുന്ന നിൻ മാറിലേക്കെന്നെ അണയ്ക്കുക, തങ്കം വിളയുന്ന നിൻ ചുണ്ടിണകളാൽ എൻ്റെ നെറ്റിയിൽ 1000 ചുംബന വർഷം പൊഴിക്കുക, എൻ്റെ ക്രൂരമാം പാപങ്ങളെല്ലാം പൊറുത്തു ചിരിക്കുക. എൻ ആദ്യ ശബ്ദം ശ്രവിച്ചു ചിരിച്ചതു പോലെ. നമസ്കാരം. ആശംസാ പ്രസംഗത്തിനായി ഐമനം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീമതി മിനി മനോജിനെ ക്ഷണിക്കുകയാണ്. ഏറ്റവും പ്രിയപ്പെട്ട ഷാജി ചേട്ടൻ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം 3-4 വാർഡുകൾക്ക് അപ്പുറമാണ് എൻ്റെ വാർഡ്. എങ്കിലും ഷാജിമോഹൻ ചേട്ടൻ്റെ 2 പുസ്തക പ്രകാശന ചടങ്ങിലും എന്നെ വിളിക്കുകയുണ്ടായി. അതിനുള്ള സ്നേഹവും സന്തോഷവും നന്ദിയും ഞാൻ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഒരു പുസ്തക പ്രകാശനം എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. ഒരു കവിത എഴുതുന്നതും അതോടൊപ്പം കഥ എഴുതുക എന്ന് പറയുന്നതുമൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളല്ല. അതൊക്കെ പ്രത്യേകമായ ഒരു അനുഗ്രഹം, ഒരു ദൈവിക ശക്തി എന്ന് തന്നെ പറയാം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഇങ്ങനെ ഇതുപോലെ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. 32 രത്നങ്ങൾ എന്താണ് എന്ന് ഞാൻ വിചാരിച്ചു. 25 28 ഒന്നും അല്ലല്ലോ. എന്താണ് 32 രത്നങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത്, പുസ്തകത്തിന് പേര് കൊടുത്തിരിക്കുന്നത് എന്ന് വെച്ച് നോക്കുമ്പോൾ ആമുഖത്തിനകത്ത് എഴുതിയിരിക്കുന്നു, ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയതിനു ശേഷം അവിടെ എഴുതി വെച്ച വാക്കുകൾ: ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിതെന്ന്. അതിനകത്ത് 32 അക്ഷരങ്ങളാണുള്ളത്. അതുകൂടാതെ തന്നെ ദൈവദശകത്തിൽ 320 അക്ഷരങ്ങൾ, അതിലും ഒരു 32 ഉണ്ട്. അതുപോലെ തന്നെ ഗുരുദേവന്റെ ദർശനമാലയിൽ 3200 അക്ഷരങ്ങൾ, അതിലും 32 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഗുരുദേവന്റെ ഏറ്റവും അടുത്ത ഭക്തൻ ആയ ഷാജിമോഹൻ ചേട്ടൻ 32 തിരഞ്ഞെടുക്കാനുണ്ടായ സാഹചര്യം അതാണ് മനസ്സിലാക്കുന്നു. എന്തായാലും നല്ലൊരു കഴിവ് ഷാജിമോഹൻ ചേട്ടൻ്റെ ഉള്ളിലുണ്ട്. മനോരമയിലെ ഒരു സ്റ്റാഫ് എന്ന് മാത്രമാണ് ഞാൻ അറിഞ്ഞിരുന്നത്. എന്നാൽ ഫേസ്ബുക്ക് പേജിലൂടെ ആണ് അദ്ദേഹം പ്രഭാഷണവും ഗുരുദേവ പാരായണവും ഒക്കെ നടത്തുന്ന വിവരം കണ്ടറിഞ്ഞിട്ടുള്ളത്. എന്തായാലും കഴിഞ്ഞ പുസ്തക പ്രകാശന ചടങ്ങോടുകൂടി മനസ്സിലായി, ഉള്ളിലുള്ളത് ചെറിയ കാര്യമല്ല, ഒട്ടേറെ കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഐമനത്തിൻ്റെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായി മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നല്ല രീതിയിൽ ഒരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. ഒരു പ്രദേശത്ത് ഒരു സാഹിത്യകാരൻ പിറവിയെടുത്താൽ ആ പ്രദേശം അത്രത്തോളവും സാംസ്കാരികമായി സാമൂഹികമായി സമ്പന്നമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഷാജിമോന്റെ കഥകളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഥയുടെ കാലം എന്ന പുസ്തക പ്രകാശനം നമ്മൾ നടത്തി. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ അന്നത്തെ ആ യോഗത്തിലും ഉണ്ടായിരുന്നു. 2ാമത് ഈ പുസ്തക പ്രകാശനം ഇപ്പോൾ നടന്നിരിക്കുകയാണ്. വിശ്വാസങ്ങളും ഒക്കെ മനുഷ്യ ജീവിതത്തിലെ സമ്മിശ്ര വികാരങ്ങളെ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്ന സാഹിത്യ രചനാ വൈഭവമാണ് ഷാജിമോൻ ഈ സാഹിത്യ രചനയിലൂടെ നമുക്ക് കാട്ടിത്തരുന്നത്. അത് ഷാജിമോന്റെ പ്രത്യേക കഴിവിലുപരി
ജഗദ്ഗുരു ശ്രീനാരായണ ഗുരുദേവ സന്തൃപ്പാദങ്ങളുടെ അനുഗ്രഹമാണ് എന്ന് അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കറിയാം, നമ്മൾ എഴുതുവാനിരുന്ന് കഴിഞ്ഞാൽ ഷാജിമോൻ ഒരു പുസ്തകം എഴുതുന്ന, ഞാനും ഒരു പുസ്തകം എഴുതാം എന്ന് എഴുതിയിരുന്നു കഴിഞ്ഞാൽ ഒരു വരി എഴുതി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കുത്തിയിരിക്കും, പിന്നെ അടുത്ത വരി നമുക്ക് വരികയാണ്. മറിച്ച് ഷാജിമോനെ സംബന്ധിച്ചിടത്തോളം തൂലികയുമായി പേനയുമായി ഇരുന്ന് കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹം ചുരിഞ്ഞുകൊണ്ട് ഒരു ഗംഗാ പ്രവാഹം പോലെ കഥകൾ ഇന്ന് തിരിഞ്ഞു വരികയാണ്. ഒരു തടസ്സവുമില്ല. ഇപ്പൊ ഞാനിവിടെ ചടങ്ങ് നടത്തിയപ്പോൾ ഭാര്യയെ വിളിക്കുവാൻ പറഞ്ഞു, അനൗൺസ് ചെയ്യാൻ പറഞ്ഞു. നമ്മുടെ ഭാര്യ വന്നില്ലെങ്കിൽ അതൊരു കഥയായി മാറും. വിളിച്ചിട്ടും വരാത്ത ഭാര്യ എന്ന കഥയ്ക്ക് പേരും. അപ്പൊ അത്രത്തോളം കഥയ്ക്ക് ഒരു ക്ഷാമവുമില്ലാതെ ഏത് സംഭവത്തെയും കഥയിലൂടെ ചിത്രീകരിച്ച് വായനക്കാരുടെ അനുവാചകരിലേക്ക് അവരുടെ ഹൃദയം കവർന്നെടുക്കാൻ കഴിയുന്ന ഒരു അത്ഭുത സിദ്ധിയാണ് ശ്രീ ഷാജിമോൻ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന 32 രത്നത്തിനകത്ത് മായമ്മയുടെ കാക്കകൾ എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മരണാനന്തര കർമ്മത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്ത ആളാണ്. ജീവിച്ചിരിക്കുമ്പോൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടപ്പെട്ടവർക്കുമൊക്കെ വേണ്ടത് ചെയ്യുക, മരണശേഷം ഒന്നും ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പക്ഷെ മായമ്മയുടെ കാക്കകൾ എന്ന കഥ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മുറ്റത്ത് നോക്കി, എൻ്റെ മരിച്ചുപോയ അച്ഛനും അമ്മയും ഇവിടെ വരുന്നുണ്ടോ എന്ന് എനിക്കൊരു ഉള്ളിലൊരു തോന്നൽ. അപ്പോൾ അങ്ങനെ അവിശ്വാസിയെയും ഒക്കെ ചിന്തിപ്പിക്കാൻ കഴിയുന്ന വളരെ ആഴമേറിയ ചിന്തകൾക്ക് വക നൽകുന്ന കഥകൾ രചിക്കുവാൻ ഷാജിമോന് കഴിയുന്നുവെങ്കിൽ അത് ഒരു വലിയ അനുഗ്രഹം തന്നെയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, അഴിമനത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി പ്രശസ്തരും പ്രഗത്ഭരും പ്രതിഭാശാലികളും ജന്മം കൊണ്ട നാടെന്നുള്ള നിലയിൽ തീർച്ചയായും ആ സ്ഥാനത്ത് ഷാജിമോൻ ഒരു സ്ഥാനമുണ്ടാവും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഇവിടെ 32 എന്ന് പറയുന്ന മറ്റൊരു കാര്യം ഇവരാരും പറഞ്ഞില്ല. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ മഹാഗുരുവിന്റെ പ്രായമാണ് 32. അത് ഈ പ്രദേശത്തെ ചെറുപ്പക്കാർക്ക് ഒരു വിളംബരമായിട്ടായിരിക്കണം ഷാജിമോൻ ഇത് കാണുന്നത്. കാരണം 32 എന്ന പ്രായം തിളങ്ങുന്ന പ്രായമാണ്. ആ തിളങ്ങുന്ന പ്രായത്തിൽ നിങ്ങൾ സമൂഹത്തിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, പ്രസ്ഥാനത്തിന് വേണ്ടി, നാടിന് വേണ്ടി ആവോളം പണിയെടുക്കുക എന്നുള്ള ഒരു ആഹ്വാനം കൂടി ഷാജിമോൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് നൽകുന്നുണ്ട് എന്ന് ഞാൻ അവരെ അറിയിക്കുന്നു. തീർച്ചയായും ഷാജിമോന് സാഹിത്യരംഗത്ത് ഉന്നതമായ ഇനിയും ഉയർച്ച ഉണ്ടാകുവാൻ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രഭാസ്മരണങ്ങൾ നിർവിഘ്നം ചൊരിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ശ്രീകളുടെ മറുപടി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയ കഥാകൃത്ത് ഷാജിമോനെ ക്ഷണിക്കുകയാണ്. ഓം ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബഹുമാനപ്പെട്ട ഏറെ ആദരണീയായ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു അവറുകളെ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മുഖ്യ അതിഥികൾ, ഈ വേദിയിൽ ഇപ്പോൾ കഥയെയും കഥാകൃത്തിനെ കുറിച്ചും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ വിശദമായി സംസാരിക്കുകയും ആ പുസ്തകം 32 രത്നങ്ങളെക്കുറിച്ചും ഒക്കെ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അറിഞ്ഞതും ആയിട്ടുള്ള യഥാർത്ഥമായിട്ടുള്ള കഥകൾ മാത്രമാണ് എനിക്ക് എഴുതാൻ സാധിച്ചിട്ടുള്ളത്. പിന്നെ അത് എഴുതി നമ്മൾ ആ ആളല്ല എന്ന് വരുത്തി തീർക്കാൻ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഈ നാട്ടിൽ നടക്കുന്നതും അല്ലാതെ നമ്മുടെ യാത്രയിലൊക്കെ നമ്മൾ മറ്റുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴുമൊക്കെ നമ്മുടെ മനസ്സിൽ കഥകൾ രൂപപ്പെടും. അത് ഞാൻ ഫോണിലൊക്കെ കുത്തിക്കുറിച്ച് വെക്കും. ഇപ്പോൾ ഞാൻ പേപ്പറെ ഉപയോഗിക്കുന്നില്ല. കഥ എഴുതുക എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഫോണിൽ ആണ് ഞാൻ ഇത്രയും കഥകളൊക്കെ എഴുതാറുണ്ട്. അപ്പോൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമ്മളെ കുറിച്ച് വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ സതീഷ് കുമാർ മണലയിൽ പറഞ്ഞതുപോലെ ഭഗവാനെ ഓർത്ത്, ഗുരുദേവനെ ഓർത്ത് കഴിഞ്ഞ് ഞാൻ കഥകൾ എഴുതുവാനിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ്, ഒരു ഒഴുക്ക് പോലെ തന്നെ നമുക്കത് തുടങ്ങി
അവസാനിപ്പിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതെല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കതിന് കഴിയുന്നത്. അല്ലാതെ ഈ കഥകളോ ഇതിനു മുമ്പ് എഴുതിയ കഥയുടെ കാലം എന്ന കഥകളിലെ ആ എഴുത്തുകളൊന്നും എൻ്റെ കഴിവുകൊണ്ട് എഴുതിയതല്ല, ഭഗവാന്റെ ആ കൃപാകടാക്ഷം കൊണ്ട് മാത്രമാണ് എനിക്ക് ഇത്രയും ഈ 2 ബുക്കെങ്കിലും ചെയ്യുവാനായിട്ട് സാധിച്ചത്. അടുത്ത ബുക്കിനുള്ള കഥകളും എഴുതപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഭഗവാൻ അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വർഷവും ഇതുപോലെ ഒരു ബുക്ക് പ്രകാശനം നടത്തുവാൻ ചിലപ്പം സാധിച്ചെന്ന് വരും. അപ്പം ഇതെല്ലാം എൻ്റെ കഴിവുകൊണ്ടല്ല, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുക. കാലൻ നളിനി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ചിരിക്കുകയാണ്. എൻ്റെ ഭാര്യയെ അവിടെ ചിരിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വീട്ടിൽ ഒരു ഇവിടുന്ന് ഒരു ശകലം മാറിയുള്ള ഒരു ചെറുപ്പക്കാരി വന്ന ഒരു സംഭവമാണ് ആ കഥ കാലൻ നളിനിയായി നമ്മൾ എഴുതപ്പെട്ടത്. അത് സത്യത്തിൽ ഒരു സത്യം തന്നെയായിരുന്നു. കാരണം എൻ്റെ അച്ഛൻ്റെ മൂത്ത സഹോദരി ഇവിടെ മരണവുമായി ഇന്ന് മരിക്കും നാളെ മരിക്കും എന്നുള്ള ഒരു രീതിയിൽ കിടക്കുന്ന ഒരവസരത്തിൽ നമുക്കവിടെ മില്ല് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ അരി വറുത്ത് പൊടിക്കാൻ, അരി പൊടിച്ച് വറുക്കുവാനും മുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ധാന്യങ്ങൾ ഇതൊക്കെ പൊടിക്കുവാനുമൊക്കെ ആയിട്ട് നമുക്കൊക്കെ സുപരിചിതയായ ഒരു ചെറുപ്പക്കാരി ആ മില്ലിൽ എത്തുകയും, അപ്പോൾ ഞങ്ങളുടെ കുടുംബവുമായി തന്നെ വളരെ സുപരിചിതവുമായ അവർ വന്നു കഴിഞ്ഞപ്പോൾ വൈഫിനോട് ചോദിച്ചു, ചേച്ചി എങ്ങനെയുണ്ട് കൊച്ചുപെണ്ണം? കൊച്ചുപെണ്ണെന്നാണ് അമ്മയുടെ പേര്. അച്ഛൻ്റെ പെങ്ങളാണ്, അപ്പച്ചിയാണ്. ഞാൻ അമ്മയെന്നാണ് വിളിക്കുന്നത്. അമ്മ കല്യാണം കഴിക്കാത്ത ആളാണ്. 97 വയസ്സിലാണ് മരിക്കുന്നത്. കൊച്ചുപെണ്ണമ്മയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞു. അപ്പം വൈഫ് പറഞ്ഞു, അതുപോലെ തന്നെ അങ്ങനെ കിടക്കുന്നു, ചെറുതായിട്ടൊക്കെ വല്ലോ ഇറക്കുന്നുള്ളൂ, വെള്ളം ഒക്കെ മാത്രമായിട്ടേ ഇറക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരി, ഞാനും അവിടെ അടുത്ത് നിൽപ്പുണ്ട്, അപ്പോൾ സഹോദരി വൈഫിനോട് പറഞ്ഞ്, ചേച്ചി എനിക്കൊന്ന് കാണണമെന്നുണ്ട്, പക്ഷേ ഞാൻ ഇപ്പോൾ ഒരു 3-4 സ്ഥലത്ത് ഇതിങ്ങനെ രോഗശൈലിയിലേക്ക് കിടക്കുന്ന ആളുകളെ കാണാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാഴ്ച എത്തുകയില്ല, അതിനു മുമ്പായിട്ട് ആൾ മരിക്കും. അതുകൊണ്ട് എനിക്കൊരു പേടിയാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞു. വൈഫ് പറഞ്ഞ്, അങ്ങനെയൊന്നും ഞങ്ങൾക്ക് അതൊന്നും പ്രശ്നമൊന്നുമല്ല, വേണമെങ്കിൽ പോയി കാണാം. അപ്പം അതൊരു കുടുംബ സുഹൃത്തു കൂടിയാണ്. അതായത് ഞങ്ങൾ ഉളശ്ശേരിയിൽ ആദ്യം താമസിച്ച കാലഘട്ടത്തിൽ, അതായത് തട്ടാമ്പറമ്പിൽ നിന്നാണ് കുടുംബ പേര്. അപ്പോൾ അവിടെ ആയിട്ടും ബന്ധമുള്ള ആ തലമുറ മാറിയുള്ള ആ ഒരു ബന്ധത്തിൽ നിങ്ങളെല്ലാം അറിയുന്ന ആളാണ്, പക്ഷേ എനിക്ക് പേര് പറയാൻ പറ്റത്തില്ല. ഈ ആളെയും ഞാൻ ഈ കഥ വായിച്ച് കേൾപ്പിച്ചതാണ്, കഥ അയച്ചു കൊടുത്തതാണ്. ഒരു ദിവസം എന്നെ കണ്ട് പുള്ളിക്കാരത്തിൽ വളരെ ചിരിച്ചുകൊണ്ട് തന്നെ പറയുകയും, എന്നെ അതിന് ഒരു എതിർപ്പൊന്നും പറഞ്ഞില്ല, വളരെ സന്തോഷം ആയിട്ട് തന്നെ പുള്ളിയുടെ ഒരു അനുഭവം തന്നെയാണ് ഞാൻ അതിൽ കുത്തിക്കുറിച്ച് വെച്ചത്. അപ്പോൾ വീണ്ടും വൈഫുമായിട്ട് സംസാരിച്ച് കൊണ്ടിരുന്നത് പറഞ്ഞാൽ, ഏതായാലും ചേച്ചി ഞാനൊന്ന് പോയി കാണുമെന്ന് പറഞ്ഞു. എന്നാൽ പോയി കണ്ടേച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ അരി വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വീട്ടിൽ മോൾ അവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല, ആ സമയമാണോ എന്ന് അറിയത്തില്ല, മോള് പ്രസവിച്ച് കിടക്കുകയായിരുന്നു. അപ്പോൾ വീട്ടിൽ ആരോ ഉണ്ട്. അപ്പോൾ അവിടെ പോയി കണ്ടു കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞു വൈഫിനോട് പറഞ്ഞു, ചേച്ചി ഞാനിവിടെ അടുത്തൊരു വീട് വരെ, അടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ ബന്ധം പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അവരുടെ ബന്ധു ഇവിടെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ ആ വീട് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞ് നേരെ
വീട്ടിലേക്ക് പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലുണ്ടായിരുന്ന ആള് നേരെ നമ്മുടെ മില്ലിലേക്ക് ഓടി വരുന്നു. വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ ഈ മെഷീനെല്ലാം പെട്ടെന്ന്, അപ്പോൾ ഞാൻ പറഞ്ഞ് അത് പെട്ടെന്ന് അത് ഓഫ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാനും ചെന്നു. അപ്പോൾ അത് മെഷീനെല്ലാം ഓഫ് ചെയ്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വൈഫ് വെള്ളവും ഇങ്ങനെ തൊട്ട് കൊടുത്തു. ഏതാനും നിമിഷങ്ങൾക്കകം അമ്മയുടെ ജീവൻ അവിടെ പോവുകയും ചെയ്തു. അപ്പോൾ ഈ സഹോദരി ആ ബന്ധു വീട്ടിലാണ്. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ കാര്യം അറിയാലോ, ഒരാൾ മരണപ്പെട്ടാലോ അല്ലെങ്കിൽ എന്തൊക്കെ ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഒരു തീ പിടിച്ച പോലെ പെട്ടെന്ന് നമുക്ക് അങ്ങനെയുള്ളൊരു പ്രദേശമാണ് നമ്മുടെ. നല്ലൊരു കാര്യം തന്നെയാണ്. പെട്ടെന്ന് ഒരു ആളുകളെല്ലാം അറിയുന്നു. ഈ സഹോദരി നിൽക്കുന്ന ആ വീട്ടിലും അറിയുന്നു. ഈ സഹോദരി ആ വീട്ടിൽ പോലും പറയാതെ ഈ ഞങ്ങളുടെ വീട്ടിൽ പോലും ഇങ്ങോട്ട് വരാതെ അത് വേറെ വഴിയേക്കടെ പുള്ളിക്കാരത്തി ഇവിടെ നിന്ന് അങ്ങ് വിട്ടുപോയി. വിട്ട് നേരെ അവരുടെ വീട്ടിലാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ അരി വറുത്ത്, പുള്ളിയുടെ അരി വറുത്തും വെച്ചിട്ടുണ്ട്, മുളകും പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടെ മരിച്ചു. ബാക്കി നമ്മളെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ അവരുടെ ബന്ധു ഞങ്ങൾ രണ്ടുപേരോട് ചോദിച്ചു, ഇത് പുള്ളിക്കാരത്തി കാണുന്നില്ലല്ലോ. അപ്പം പറഞ്ഞു ഇത് മരിച്ച കാരണമായിരിക്കും വരാന് എന്ന് പറഞ്ഞു. ഇപ്പം വരാൻ പറഞ്ഞ് പോയതാണ്, കണ്ടില്ല. അപ്പം നമ്മളവിടെ സാധനം എല്ലാം വെച്ചിട്ടുണ്ട്. അടക്കമെല്ലാം കഴിഞ്ഞു, സഞ്ചയനവും കഴിഞ്ഞു, അടിയന്തരവും കഴിഞ്ഞിട്ടും ആളെ കാണുന്നില്ല. ഉടനെ നമ്മൾ ആ ബന്ധുവിൻ്റെ അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഈ സാധനം ഒന്ന് വന്ന് കൊണ്ടുപോകാൻ പറയാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ നിന്നാ പിന്നെ കണ്ടില്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരും വിളിച്ചിട്ട് പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഞാൻ അവിടെ പോയി കണ്ടുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ഞാൻ പോയതായിരുന്നു. അവരും എല്ലാം പറയുമെന്ന് ഓർത്താണ് പുള്ളിക്കാരത്തി ഓടിയത്. അപ്പം ഞാൻ പിന്നെ ഈ സാധനമായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞ് ഞാൻ ഈ സാധനമായിട്ട് അവരുടെ വീട്ടിൽ പോയി കൊടുത്ത് ഞാൻ പറഞ്ഞ് ഇത് സ്വാഭാവികമായിട്ടും മരിച്ചു, ഞാൻ പേരാ വിളിച്ചത്. അതുകൊണ്ട് അവിടെ വന്നുകൊണ്ട് ഇത് സംഭവിച്ചത് ഒരു കാരണമെന്നുള്ളേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു, ചേട്ടാ അങ്ങനെയല്ല, ഞാനിപ്പോൾ ഒരു 3-4 സ്ഥലത്ത് ഇതുപോലെ പോയിട്ട് ഇതാണ് സംഭവിച്ചെന്ന്. അപ്പോൾ തന്നെ ഞാനത് മനസ്സിൽ കുറിച്ചു അതൊരു കഥ എഴുതി. ആ കഥയുടെ പേരാണ് കാലൻ നളിനി എന്ന കഥ. അപ്പോൾ ആ നളിനി എന്ന് പറഞ്ഞത് നിങ്ങളുടെ ഒക്കെ അറിയുന്ന ഒരു ആള് തന്നെയാണ്. അങ്ങനെ പിന്നെ ഇവിടെ ബ്യൂറോ ചീഫ് എന്ന് നമ്മുടെ സുനീഷ് സാറ് പറഞ്ഞിട്ടുണ്ട്. സാർ അത് പേടിച്ചാ വായിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതും നമ്മുടെ ഈ അലക്കടവ് കേന്ദ്രീകരിച്ചാണ് ആ കഥയും. ഞാൻ ഒരു ദിവസം റിട്ടയർഡ് ചെയ്തതിന് ശേഷം ആ അലക്കടവിൽ അവിടെ ഒരു ഇതുപോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അവിടെ പോയി ചുമ്മാ നിന്നപ്പോൾ ഓരോരുത്തരുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് എഴുതിയൊരു കഥയാണ് ബ്യൂറോ ചീഫ്. അവിടെ ആ ഒരു ദിവസം നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഒരു മീഡിയ സെന്ററിന് അപ്പുറത്തായിട്ടുള്ള അറിവും അത് സ്റ്റഡി ചെയ്തുകൊണ്ട് വന്നിട്ടാണ് ആ ഒരു പോസ്റ്റുകാർ പോലെ ഒരു സാധനമുണ്ട്, അതേ ഇരിക്കുന്നതും അവിടെ ഇരിക്കുന്ന ആ ചർച്ചകളും ഒക്കെ ഭയങ്കരമായ ഒരു കാര്യം തന്നെയാണ്. ഒരു പ്രധാനിയുണ്ട്, ആ പ്രധാനിയാണ് ബ്യൂറോ ചീഫായിട്ട് ഞാൻ ചിത്രീകരിച്ചത്. അദ്ദേഹം മറ്റുള്ളവരെ ഈ കുറ്റം പറയുന്നത് ഒക്കെ ഉണ്ടായാലും അതേ കുറ്റങ്ങളൊക്കെ അദ്ദേഹത്തിൽ നന്നായിട്ടുള്ള ആളാണ് ഈ കുറ്റം പറയുന്ന ആൾ. പുള്ളിക്ക് ഈ പറഞ്ഞ പോലെ എന്നാ പറയുന്നത്, മറ്റുള്ളവരുടെ
കുറ്റങ്ങൾ നന്നായിട്ട് പുള്ളി പറയും. പക്ഷേ വേറൊരാൾ നോക്കിക്കഴിയുമ്പോൾ പുള്ളിക്ക് ആ പറയുന്ന കുറ്റങ്ങളൊക്കെ പുള്ളിക്ക് 100% ഉള്ള ആളാണ് അതിൻ്റെ ചീഫായിട്ട് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെയൊക്കെ എന്നും അവിടെ ഉള്ളതാണ്, അവിടെ സ്ഥിരമായിട്ടുള്ളതാണ്. സജിനി ഇരിക്കുന്ന സജിനിയുടെ വസ്തുവിനെ കുറിച്ചല്ല പറയാം. അവിടെ ഞാൻ ഇവിടെ അതല്ല, കുറച്ച് നാൾ മുമ്പ് ഞാൻ കണ്ടതും കേട്ടതുമായിട്ടുള്ള കഥകളാണ്. അപ്പോൾ ഞാൻ അവിടെ ഒരു ദിവസം പോയി നിന്നപ്പോൾ എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കഥയാണ് ബ്യൂറോ ചീഫ്. അങ്ങനെ ഉള്ള പല കഥകളും ആണ് ഈ 32 രത്നങ്ങൾ എന്ന കഥകൾ ആയിട്ട് നമ്മൾ കോർത്തെഴുതിയിട്ടുള്ളത്. ഈ കഥയുടെ കാലം എന്ന പുസ്തകത്തിലും ഞാൻ എൻ്റെ അനുഭവത്തിലും യഥാർത്ഥമായിട്ടുള്ള കഥകളാണ് എഴുതിയിട്ട് ഓരോരുത്തർ പറഞ്ഞതും അറിവുകൾ. ഇപ്പോൾ ഇവിടെ ഈ ബലി ഇതൊക്കെ ചെയ്യുന്ന ആ കാക്ക വന്നിരിക്കുന്ന കഥകളൊക്കെ ഉണ്ട്. അത് മറ്റുള്ളവരുടെ അനുഭവത്തിൽ എന്ന് പറയുമ്പോൾ നമ്മളത് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളത് ഓർക്കും, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ എങ്ങനെയിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടാണ് ആ കഥ എഴുതിയത്. അതുപോലെ ഈ അടുത്തിടയിലും ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പോൾ അതും ഇതുപോലെ ഒരു എന്നാ പറയുന്നത്, മരിച്ച് ഒരാളുടെ ദേഹത്ത് കയറി അങ്ങനെയൊക്കെയുള്ള കഥ എന്ന് പറഞ്ഞപ്പോഴത്തേനും അത് ഞാനൊരു കഥയാക്കി എഴുതി. അത് ഞാൻ വേറൊരാളെ ഇത് കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു, വൈകിട്ട് വായിച്ച് കേട്ടിട്ട് എനിക്ക് ഭയങ്കര പേടി തോന്നി എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ മനസ്സിലെ ഒരു കഥയാക്കി മാറ്റി കഴിയുമ്പോഴത്തേനും അത് വായിച്ചു കഴിയുമ്പോൾ ശരിക്കും നമുക്ക് ചിലപ്പോൾ അത് സതീഷ് കുമാർ പറഞ്ഞതുപോലെ നമുക്ക് വിശ്വസിക്കുക അവിശ്വസിക്കുകയും ചെയ്യാൻ പറ്റും. അത് ഞാൻ ഈ കഥ എഴുതുന്നതിന് എൻ്റെ ഗുരുനാഥൻ എന്ന് പറയുന്നത് എനിക്ക് അതിനൊരു ഭാഗ്യം കിട്ടിയത് മുമ്പ് ഇവിടെ സോമൻ ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ പത്മൻ സാറാണ്. അടൂർ ബാസിയുടെ അനിയനായ പത്മൻ സാറ് മലയാള മനോരമയുടെ വീക്കിലിയുടെ ചീഫ് എഡിറ്ററായിരുന്ന ആ സമയത്ത് സാറുമായിട്ട് എനിക്കതുപോലെ അടുത്ത് സംസാരിക്കുവാനും ഇടപഴകാനും ഒക്കെ അവസരം കിട്ടിയ അവസരത്തിൽ സാറാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന അവസരത്തിൽ ഈ കഥകളൊക്കെ എഴുതുവാൻ ശ്രമിക്കും. കാരണം കഥകൾ എഴുതാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഈ മനോരമ ആ സമയത്ത് മനോരാജ്യം, മാമാങ്കം ഇതൊക്കെ ഈ സ്ത്രീകളൊക്കെ ഈ പാടത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുക ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. തിരിച്ചു വരുമ്പോഴും ഒക്കെ ഈ കടയിലൊക്കെ തൂക്കിയിട്ട്, അപ്പോൾ ആ അവസരത്തിലൊക്കെ ഈ കഥാകാരൻ അല്ലെങ്കിൽ ഇന്ന പേരൊക്കെ കാണുമ്പോൾ നമുക്കും ഇത് തോന്നും, ഈ ഒരു കഥ എഴുതണം എന്നൊക്കെ തോന്നി. അങ്ങനെ കുത്തിക്കുറിച്ച് കഥകളൊക്കെ അച്ഛനും മനോരമയിലായിരുന്നപ്പോൾ കൊടുത്തു വിടുമ്പോൾ പത്മൻ സാറ് അത് തിരുത്തി അതിൻ്റെ കറക്ഷനൊക്കെ നടത്തി തിരിച്ചു കൊടുത്തു വിടും. എന്നിട്ട് ഒരു ദിവസം പറഞ്ഞു, അവനെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കോളേജിലാണെന്ന് തോന്നുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്ന്, സാറ് കഥ എങ്ങനെയായിരിക്കണം, കഥ എങ്ങനെ എഴുതണം, കഥ ഒരാൾ വായിച്ചു കഴിയുമ്പോൾ അത് സമൂഹത്തിന് എന്തെങ്കിലും അതുകൊണ്ട് ഒരു ഗുണമുണ്ടാകുവാൻ ഉള്ള രീതിയിലായിരിക്കണം. അത് ആ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ അത് വിശ്വാസം ഉള്ളതായിരിക്കാം, അവിശ്വസനീയമായിരിക്കാം. അപ്പോൾ അത് മനുഷ്യന് ഉപയോഗപ്രദമായിരിക്കണം, ഗുണമുണ്ടാകണം. അപ്പോൾ അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞത് സാറ്. ഞാൻ കഴിഞ്ഞ പുസ്തക പ്രകാശനത്തിനും പറഞ്ഞാണ്, രാവണന് 10 തലയുള്ള രാവണന്റെ ആ ബലം, 20 കൈകളും ഉള്ള രാവണന്റെ അത് ബലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കഥകളായിട്ട് ഇങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ രാവണന് 10 തലയുണ്ടെന്നും 20 കൈയുണ്ടെന്നും ഒക്കെ നമ്മൾ ഓർക്കുമ്പോൾ അത് ബലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അല്ലാതെ ഇപ്പോൾ ഒരു രാവണൻ ഈ വഴിയെ പോയി കഴിയുമ്പോൾ മുഴുവൻ ബ്ലോക്ക് ആവും. അപ്പോൾ അല്ലെ കോട്ടയം ടൗണിക്കടെ ഒരു രാവണൻ പോരുവാണെങ്കിൽ ആ ഒരു വണ്ടിയും കടന്നു പോകത്തില്ല. അപ്പം അത് ഒരു സങ്കല്പവും അത് അന്ന് എഴുതി വെച്ച ആ വിശ്വാസവും അവിശ്വാസവും ചേർത്ത് എഴുതപ്പെട്ടാൽ പോലും നമുക്കത് ഒറിജിനലായിട്ട് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഉള്ളടക്കവും ആ രാവണന്റെ ബലത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാവണന്റെ 10 തലയും അങ്ങനെ ഒക്കെ എഴുതപ്പെട്ടെന്ന് സാറ് പറഞ്ഞത് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ ഉണ്ട്. അപ്പം അങ്ങനെ ഉൾക്കൊണ്ടാണ്
ഈ കഥ എഴുതുവാൻ ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് വീണ് കിട്ടും. അത് വീണ് കിട്ടുമ്പോൾ തീർച്ചയായും നമ്മളത് കഥകളാക്കി മാറ്റി. എൻ്റെ ഒരു സുഹൃത്ത് ഷൊർണൂരിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വാട്സപ്പ് ഇവിടെ സുരേഷ് പരമേശ്വരൻ സാറിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കുകയുണ്ടായി. സാറിൻ്റെ ആ പ്രഭാഷണത്തിലൂടെയാണ് എനിക്ക് ഈ 32 കഥകൾ എഴുതണമെന്നുള്ള ഒരു ആഗ്രഹം ജനിച്ചതും അത് വളരെ നിഷ്പ്രയാസം തന്നെ അത് സാധിക്കുകയും ചെയ്തു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ 32-ാം വയസ്സിൽ അരിപ്പുറത്ത് 32 അക്ഷരങ്ങളിൽ എഴുതി വെച്ച ആ വാക്യങ്ങളും അതുപോലെ ദൈവദശകം, ദർശനമാല, അങ്ങനെയുള്ള ആ 32 സംഖ്യ ഉൾപ്പെട്ട ആ 32-ന്റെ പ്രാധാന്യം മനസ്സിലാക്കിയാണ് 32 രത്നങ്ങൾ എന്ന ഈ പേരിട്ടതും 32 കഥകൾ മാത്രം ഇതിൽ കൂട്ടിച്ചേർക്കുകയും ചെയ്തത്. പിന്നെ ഈ കഥകൾ എഴുതുമ്പോൾ മുമ്പ് പറഞ്ഞ പോലെ എല്ലാം ഗുരുവിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് സാധിക്കുന്നത്. ഈ പറഞ്ഞ പോലെ ഓരോ കഥകൾ എഴുതുമ്പോഴും ഞാൻ ഭഗവാനെ ഓർത്തിട്ട് തന്നെയാണ് കഥകൾ എഴുതുന്നത്. അത് അവസാനിക്കുമ്പോഴും ഭഗവാനെ അതിന് നന്ദി പറയും. എൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസം തുടങ്ങുമ്പോഴും ഭഗവാനെ ഓർക്കും. അത് ആ ജീവിതത്തിൻ്റെ ആ ദിവസത്തിൻ്റെ അവസാനം നമ്മൾ ഉറക്കത്തിലേക്ക് പോകുമ്പോഴും ഞാൻ ഭഗവാനെ സ്മരിച്ചുകൊണ്ടാണ് ജീവിതം തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അനുഗ്രഹത്താലാണ് എനിക്കിതൊക്കെ സാധിക്കുന്നത് എന്നുള്ള കാര്യവും ഞാനിവിടെ വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഈ പുസ്തക പ്രകാശന ചടങ്ങിൽ വളരെ ഇന്നത്തെ ഈ ഈസ്റ്റർ ദിവസമായിട്ടും അതുപോലെ ഇലക്ഷൻ്റെ ചൂട് പിടിച്ച ആ ദിവസമായിട്ടും ഇതുപോലുള്ള ഈ പുസ്തക പ്രകാശന നമ്മുടെ എളിയ ഈ ചെറിയ പുസ്തക പ്രകാശന ചടങ്ങിൽ ഇവിടെ എത്തപ്പെടുവാൻ സഹകരിച്ച രാഷ്ട്രീയത്തിലും അതുപോലെ മറ്റു മേഖലകളിലൊക്കെ വളരെ തിരക്കുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ ഹൃദയം കൊണ്ട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ ഈ വേദിയിൽ ഇരിക്കുന്ന എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുഗ്രഹവും ആശീർവാദങ്ങളും ഇനിയും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ബഹുമാനരെ, സന്തുഷ്ടമായി ഈ ചടങ്ങിന്റെ പര്യവസാനത്തിലേക്ക് കിടക്കുകയാണ്. ഈ ചടങ്ങിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി നന്ദി രേഖപ്പെടുത്തുക ഉത്തരവാദിത്വമാണ് ഇവിടെ ഉള്ളത്. ദീർഘമായി മറ്റൊരു കാര്യങ്ങളും പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ കഥാകൃത്ത് 60 വയസ്സുകൾ പിന്നിടുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ക്ഷേത്രയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഇങ്ങനെ കുന്നോളം ആഗ്രഹങ്ങളുണ്ടായിരുന്നു. അത് ഓരോന്നോരോന്ന് ഇങ്ങനെ അടുക്കി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടങ്ങളിൽ ഈ ക്ഷേത്രത്തിന്റെയും ഈ സഹായോഗത്തിന്റെയും നെടുന്തൂണായി ഇന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. അതിനുശേഷം കഥയിലേക്കും ജോലിയുടെ തിരക്കിലൊക്കെ മാറി ആത്മീയ പ്രഭാഷണത്തിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങളൊക്കെ മാറുന്നതായി മനസ്സിലാക്കി. അതിനുശേഷം വീണ്ടും പ്രസിഡന്റായി വരുമ്പോൾ ഇതുപോലെ കൂട്ടായ്മ സംഘം ചെയ്യുവാനും സംഘടിക്കുവാനും ഒക്കെയുള്ള ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാലയം പടുത്തുയർത്തണം എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലുണ്ട്. ആഗ്രഹം അതൊക്കെ വളർന്നു വന്നപ്പോഴാണ് അത് ഈ 32 രത്നങ്ങളുടെ ഈ പുസ്തകം അത് ഈ ക്ഷേത്രങ്ങളിൽ പടുത്തുയർത്തിയിരിക്കുന്ന പ്രാർത്ഥനാലയത്തിൽ വെച്ച് അതിന്റെ പ്രകാശകർമ്മം നിർവഹിക്കുന്ന ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായി. ഏതായാലും മഹാഗുരുവിന്റെ ലേഖനത്താലെല്ലാം വളരെ സന്തോഷകരമായി പര്യവസാനിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. വലിയൊരു സങ്കടങ്ങൾ കഴിഞ്ഞ് ദുഃഖവെള്ളി കഴിഞ്ഞ് അതിന്റെ ദുഃഖശനി കഴിഞ്ഞ് ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഈ നാടൻ. ആ സന്തോഷത്തിൽ പങ്കുചേരേണ്ടുന്ന പല ആളുകളും ഇവിടെ ഇരിപ്പുണ്ട്. ഉപരി കേരളം ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ജൈവനെയൊക്കെ സംബന്ധിച്ച് ഇവിടെ ഇരിക്കുന്ന ഓരോ നിമിഷങ്ങളും, അതുപോലെ തന്നെ ഇവിടെ ഇരിക്കുന്ന ബാങ്കിന്റെ പ്രസിഡന്റിനെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിലെ നേതാക്കളെ സംബന്ധിച്ചുമൊക്കെ ഓരോ നിമിഷങ്ങളും വലിയ പ്രാധാന്യമുള്ള വിലപ്പെട്ട സമയങ്ങളാണ്. അതൊക്കെ മാറ്റിവെച്ചു, ആർക്ക് വേണ്ടി മാറ്റിവെച്ച് ആലോചിക്കണം. വളർച്ചയുടെ ഈ ഗ്രാമത്തുലിപ്പുകൾ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട്
ഗതാഗത രംഗത്തേക്ക് പുതിയ പുത്തൻ പടവുകൾ എത്തിച്ചേർന്നിരുന്ന ഷാജിമോൻ എന്ന വളർന്നു കലാകാരങ്ങൾക്ക് വേണ്ടി എഴുത്തുകാരന് വേണ്ടി മാറ്റിവെച്ചിട്ട് നമ്മളെല്ലാം ഇവിടെ സംഘടിച്ചിരിക്കുകയാണ്. വിശ്വസിക്കുന്നു ഷാജിമോൻ ഉയരങ്ങളിലേക്ക് പറക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിലേക്ക് കിടക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ മഹനീയമായ ചടങ്ങിൽ അധ്യക്ഷത അലങ്കരിച്ച് ഞാൻ നമുക്ക് സൂചിപ്പിച്ച പോലെ തന്നെ ഐമനം പഞ്ചായത്തിലെ മുഴുവൻ ആളുകളെയും ജാതിയുടെയോ മതത്തിന്റെയോ വേദനകളില്ലാണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ സമഗ്ര പുരോഗമന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചടുലമായ നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മളെയാകെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യ പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഹരികുമാറാണ് ഈ യോഗത്തിൽ അധ്യക്ഷത അലങ്കരിച്ച സന്തോഷത്തോടെ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് വേദി വിട്ടുപോയ കോട്ടയം SNDP സമാധാനായ സംഘാടകൻ ശ്രീ സുരേഷ് രമേശൻ അവர்கள் നിങ്ങൾ തന്നെ പറഞ്ഞു തിരക്കുകൾ കൊണ്ടാണ് ഈ വേദി വിട്ടുപോയ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പുസ്തക പ്രകാശനം നിർവഹിക്കാൻ എത്തുകയും ലഘുവായ ഒരു പ്രഭാഷണം നടത്തുകയും ചെയ്തു കഴിഞ്ഞ കോട്ടയത്തിന്റെ പ്രിയങ്കരനായ സാരഥി മുനിസിപ്പലിന്റെ ചെയർമാൻ ശ്രീ MP സന്തോഷ് കുമാർ ഈ അവസരത്തിൽ ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ പുസ്തക സന്തോഷവും പാലായുടെ മുകളിൽ ഇവിടെ എത്തി സമയത്ത് തന്നെ എത്തുകയും ഏറ്റുവാങ്ങുകയും നമ്മുടെ ഷാജേട്ടന്റെ ഹൃദയത്തിലേക്ക് ഒരുപാട് നല്ല ആശയങ്ങൾ പകർന്നിലേക്കൊണ്ട് പേര് വിട്ടുപോയ മലയാള മനോരമയുടെ സ്പോർട്സ് എഡിറ്റർ സുനീഷ് തോമസിന് ഈ യോഗത്തിന്റെ പേരിലുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ വരാമെന്നിരുന്ന ശിവഗിരി മഠം തന്ത്രി ആചാര്യൻ ശിവനാരായണ പ്രസാദ് തീർത്ഥസ്വാമികൾ തിരക്ക് മൂലം എത്തിച്ചേരാമെന്ന പറ്റില്ല എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു നന്ദി രേഖപ്പെടുത്തുന്നു. പ്രിയപ്പെട്ട ഡോക്ടർ പോൾ മണൽ ഈ സമ്മേളനത്തിൽ എത്തേണ്ടതായിരുന്നു, നിർഭാഗ്യവശാൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് ഷാജിമോന്റെ പുസ്തകം നമ്മളെയൊക്കെ പരിചയപ്പെടുത്തുന്ന കേരള സാഹിത്യ അക്കാദമിയുടെ മുൻ നിർവഹണ സമിതി അംഗം കൈനേരി ഷാജി അവരുടെ വേദിയിലിരിപ്പുണ്ട്, നന്ദി രേഖപ്പെടുത്തുന്നു. ഇവിടെ എത്തിച്ചേരുമെന്ന് അറിയിച്ചിരുന്ന B. ശശികുമാർ SNDP യോഗത്തിന്റെ നായകൻ ഉപനായകനാണ്, ഇവിടെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ കൂടി നന്ദി അറിയിക്കുന്നു. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരു ജനപ്രതിയാണ് ശ്രീ ജയ്മോൻ കരിമല ഏറ്റുമാനിലെ യുവജന പ്രസ്ഥാനത്തിന് ഉജ്ജ്വലമായ നേതൃത്വമുള്ള ഏറ്റുമാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. തിരക്കുകൾക്കിടയിൽ കൂടി എത്തി നമ്മുടെ ഈ സംരംഭത്തിന് എല്ലാവിധ ഭാവങ്ങളും അർപ്പിച്ച ഏറ്റുമാൻ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജയ്മോൻ കരിമലത്തിന് കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഉപരി സർവശ്രീ അനു ശിവപ്രസാദ്, ശ്രീമതി സുനിത അഭിഷേക്, ജയകുമാർ V, ശ്രീ OR പ്രദീപ്, ശ്രീ M. ശോഭനാഥൻ, ഔസേപ്പ് ചിത്രക്കാട്, ശ്രീമതി ഗിനി മനോജ്, ശ്രീ ശ്രീകാന്ത് ഐമൻ, ശ്രീ മഹേഷ് PK, അഡ്വക്കേറ്റ് ശാന്തറാം റോയ് തോളൂർ, ശ്രീ സതീഷ് കുമാർ മണല, ശ്രീ മൊയ്തീൻകുട്ടി, ശ്രീ സിജിത് കുമാർ VS, ശ്രീ AK ആർച്ചൻ, പ്രിയങ്കനായ നമ്മുടെ കഥാകൃത്ത് KK ഷാജിമോൻ, ശ്രീമതി മേഘ രവീന്ദ്രൻ അടക്കം എല്ലാ സുഹൃത്തുക്കൾക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്ന ഈ പരിപാടി വിജയിപ്പിക്കാൻ ഈ ചൂടിൽ കത്തിയിരിക്കുന്ന വെയിലും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഈ പരിപാടി വിജയിപ്പിക്കാൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള ഷാജിമോന്റെ ബഹുമാനരായ സുഹൃത്തുക്കളെ സഹായകത്തിന്റെ ഭാരവാഹികളെ പ്രിയപ്പെട്ട നാട്ടുകാർക്ക് എല്ലാവർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഉപരി വളരെ നല്ല രീതിയിൽ ശബ്ദവും വിളിച്ചു ഈ പരിപാടിയെ വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ശബ്ദം തന്നുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മൈക്ക് ഓപ്പറേറ്റർമാരും പ്രിയ സുഹൃത്തുക്കൾ രണ്ടുപേരുടെ അവരോടും ഈ പരിപാടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ നല്ലവരായ ആളുകൾക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ചെറിയ വാക്കുകൾ പൂർത്തീകരിക്കുന്നു. നന്ദി, നമസ്കാരം.